ഹായ് എവരി വൺ, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. UGC നെറ്റിലെ യൂണിറ്റ് 1 ആണ്, ജനറൽ പേപ്പറിൽ യൂണിറ്റ് 1 ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ സിലബസ് നമുക്ക് ആദ്യം കാണാം. സിലബസിൽ ഏരിയാസ് ഇവയെല്ലാമാണ്. സിലബസിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചിങ്, ലെവൽസ് ഓഫ് ടീച്ചിങ്, ബേസിക് റിക്വയർമെന്റ്സ്, കൺസെപ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ്, ദെൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്, teacher-centered and learner-centered methods, offline and online methods. Then evaluation system, credit system in higher education, innovations in evaluation system, computer-based testing. Characteristics of adolescent and adult learner support material, learning environment, instructional facilities and institution. Modern and ICT enabled, traditional modern and ICT based support, teaching support system. ഇത്രയും ഏരിയാസ് ആണ് നമ്മളുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സിലബസിലുള്ളത്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ലൈക്ക് ലെവൽസ് ഓഫ് ടീച്ചിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം ലേണർ സെൻറ്റേഡ് ടീച്ചിങ് മെത്തേഡ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ലേണർ സെൻറ്റേഡ് ടീച്ചിങ് മെത്തേഡ്സ്. ദെൻ ഇപ്പോൾ പുതിയ ഏരിയ ആയിട്ടുള്ള NEP, എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഏരിയയിൽ എക്സ്പെക്ട് ചെയ്യാം. ദെൻ അതുകൂടാതെ ലേണിംഗ് എൻവയോൺമെന്റ് ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റം, ഇവയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ആരംഭിക്കുന്ന ആദ്യത്തെ ടോപ്പിക് ഏരിയ, ഫസ്റ്റ് ടോപ്പിക് ഏരിയ ഈസ് ടീച്ചിങ് മോഡൽസ്. ഓക്കെ, വിൽ ബി സ്റ്റാർട്ടിങ് അവർ ഡിസ്കഷൻ ഫ്രം ടീച്ചിങ് മോഡൽസ്. ടീച്ചിങ് മോഡൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ദർ ആർ 3 മോഡൽസ് ഇൻ ടീച്ചിങ്. ടീച്ചിങ്ങിന്റെ 3 ബേസിക് മോഡൽസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തത് പെഡഗോജിയാണ്. പെഡഗോജി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി നമ്മൾ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ടീച്ചിങ് എന്നൊക്കെ പറയും. ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് ടീച്ചിങ്. എങ്ങനെയാണ് ടീച്ചിങ് കൺവേ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പെഡഗോജി എന്നുള്ള ടേം കൂടി നോട്ട് ചെയ്യുന്നതെങ്കിലും പെഡഗോജി ഇസ് എ ട്രഡീഷണൽ അപ്രോച്ച് ഇൻ ടീച്ചിങ്, മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഗൈഡിങ് സ്റ്റുഡൻസ്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഒരു അഡൾട്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഏരിയ അല്ല, ഒരു ബന്ധപ്പെട്ട കൺസെപ്റ്റ് ആയിട്ടല്ല നമ്മൾ പെഡഗോജിയെ പറയുന്നത്. പെഡഗോജി ഈസ് ആക്ച്വലി ഒരു ടീച്ചർ സെന്റേഡ് എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി. അവിടെയാണ് നമ്മൾ പെഡഗോജി യൂസ് ചെയ്യുന്നത്. ഓർ യു ക്യാൻ സേ ഇറ്റ് മെയിൻലി ഫോക്കസ് ഓൺ ഗൈഡിങ് സ്റ്റുഡൻസ്. ഓക്കെ, സ്റ്റുഡൻസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെയായിരിക്കണം ഇൻസ്ട്രക്ഷൻസ് കണ്ടക്ട് ചെയ്യേണ്ടത്, ആ ഒരു ഏരിയയിലാണ് കൂടുതലായിട്ടും പെഡഗോജി സ്റ്റൈൽ അല്ലെങ്കിൽ പെഡഗോജി എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പെഡഗോജിക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്ന ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട്. അതായത് പെഡഗോജി സ്റ്റൈൽ നമ്മൾ മാച്ച് ചെയ്തു എപ്പോഴും പറയുന്ന ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഒന്ന് ലെക്ചർ മെത്തേഡ്, ലൈക്ക് ദി ടീച്ചർ പ്രസൻസ് ഇൻഫർമേഷൻ ആൻഡ് സ്റ്റുഡൻസ് ലിസൺ ആൻഡ് ടേക്ക് നോട്ട്സ്. ഈ ഒരു കൺസെപ്റ്റ് വരുന്നത് പെഡഗോജിയിലാണ്. ആൻഡ് ലെറ്റ് മി ടെൽ യു, ഈ പറയുന്ന ഓരോ മെത്തേഡ്സും, ഇപ്പോൾ പെഡഗോജി പറയുമ്പോഴും അതേപോലെ ആന്ത്രഗോജി പറയുമ്പോഴും ഹ്യൂട്ടഗോജി പറയുമ്പോഴും നമ്മൾ ലേണിംഗ് മെത്തേഡ്സിനെ പറ്റി പറയും. പക്ഷേ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഈ മെത്തേഡ്സ് എന്ന് പറയുന്നത് മോർ ലൈക്ക് പെഡഗോജിക്കൽ എന്നുള്ളതാണ്. അല്ലാതെ ഇതിൽ മൂന്നിലും മിക്സ് ആയിട്ട് നമുക്ക് പറയാം. ആന്ത്രഗോജിയിൽ വേണമെങ്കിൽ ലെക്ചർ വരാം, അതേപോലെ ഹ്യൂട്ടഗോജിയിൽ വേണമെങ്കിൽ ലെക്ചർ വരാം. പക്ഷേ ഓൾടുഗദർ മോർ വാട്ട് സേ, ഇതിന്റെ കൂടുതൽ ഫീച്ചേഴ്സും ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ പെഡഗോജി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സ്റ്റൈലിലാണ് ലെക്ചർ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ കൂടുതൽ പറയുന്നത്. അതോടൊപ്പം ഡെമോൺസ്ട്രേഷൻ, ഇവിടെയൊക്കെ ഇതിലെല്ലാം നമ്മൾ ഓർക്കേണ്ടത് പെഡഗോജി ഈസ് ഓൾ അബൌട്ട് വാട്ട് ടു സേ. സാധാരണഗതി നമ്മൾ പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് മുമ്പുള്ള എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പെഡഗോജി എപ്പോഴും യൂസ് ചെയ്യുക. അതിനുള്ള റീസൺ ഇതാണ്, അഡൾട്ട് എഡ്യൂക്കേഷൻ ഈസ് റിലേറ്റിംഗ് ടു ദ സെക്കൻഡ് ടേം, അത് ആന്ത്രഗോജിയാണ്. അഡൾട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആന്ത്രഗോജിയുമായി കണക്ട് ചെയ്താണ് നമ്മൾ പറയുക. പെഡഗോജി എന്ന് പറയുന്നത് എപ്പോഴും സ്കൂൾ, അതേപോലെ സെക്കൻഡറി, പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ് പറയാറ്. ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനുള്ള എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ലെക്ചർ, ദെൻ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, വേർ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് കൺസെപ്റ്റ്സ്. ടീച്ചർ എന്താണോ ഇവർക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ എന്താണോ ഇവർക്ക് മനസ്സിലാക്കാനുള്ളത്, അത് പൂർണ്ണമായിട്ട് സ്റ്റുഡൻസിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന രീതി, അത് ഒരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡിന് എക്സാമ്പിളാണ്. ലൈക്ക് ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ എക്സ്പെരിമെന്റ് സ്റ്റുഡൻസ് ചെയ്ത് നോക്കുക, അത് ടീച്ചർ അവരുടെ മുമ്പിൽ അവരുടെ മീൻസ് ക്ലാസ് റൂമിൽ തന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു മനസ്സിലാക്കി കൊടുക്കുന്നു. ഇത് ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. പെഡഗോജിക്കൽ ലെവലിൽ തന്നെ മാച്ച് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ് ഈ പറയുന്ന ഡെമോൺസ്ട്രേഷൻ. അതേപോലെ ഡിസ്കഷൻ മെത്തേഡ്, വേർ engaging students in group discussions and to promote interaction. ടീച്ചർ സെന്റേഡ് ആയിട്ട് ടീച്ചർ സ്റ്റുഡൻസുമായിട്ടുള്ള ഡിസ്കഷൻസ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് നോട്ട് ലൈക്ക് നമ്മൾ ഈ പറയുന്ന പ്യുവർ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ല, അതൊരു ഹയർ എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ലെവൽ ഓഫ് മെത്തേഡ് ആയിട്ട് പറയാം. എന്നാലും
ഒരു ടീച്ചർ ആയിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് സ്റ്റുഡൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതികൾ, അതെല്ലാം പെഡഗോജിക് എക്സാമ്പിൾ ആണ്. ദെൻ ക്വസ്റ്റ്യനിങ് മെത്തേഡ്, സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അവരോട് ഡൗട്ട്സ് ചോദിക്കാനും അതേപോലെ സ്റ്റുഡൻസിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ടീച്ചർ മുതിരുവാണെങ്കിൽ ആ ഒരു മെത്തേഡൊക്കെ പെഡഗോജിക് എക്സാമ്പിൾ ആണ്. ആൻഡ് എക്സ്പോസിറ്ററി മെത്തേഡ്സ്, ഡയറക്റ്റ് പ്രസന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ബൈ ദി ടീച്ചർ, ടീച്ചർ ആ ഇൻഫർമേഷൻ കൃത്യമായിട്ട് സ്റ്റുഡൻസിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് എക്സ്പോസിറ്ററിയിൽ വരുന്നത്. ഇതെല്ലാം പെഡഗോജി എന്ന് പറയുന്ന ആ ടീച്ചിങ് കൺസെപ്റ്റിൽ, അതായത് ആ ഒരു ടീച്ചിങ് മെത്തേഡുമായി ലെവലുമായി ബന്ധപ്പെട്ട് നമുക്ക് മാച്ച് ചെയ്ത് പറയാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് പെഡഗോജി എന്ന് പറഞ്ഞു. സോ ആക്ച്വലി വി ആർ ഡിസ്കസിങ് ടീച്ചിങ് മോഡൽസ്, റൈറ്റ്? അതിൽ ഒന്നാമത്തെ മോഡലാണ് പെഡഗോജി. പെഡഗോജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ട്രഡീഷണൽ അപ്രോച്ചാണ്, വേർ ദി ഫോക്കസ് ഈസ് ഓൺ ഇൻസ്ട്രക്ടിങ് ആൻഡ് ഗൈഡിങ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിനെ ഇൻസ്ട്രക്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക, ആ ഒരു ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതൊരു പെഡഗോജിക്കൽ സ്റ്റൈലാണെന്ന് നമുക്ക് പറയാം. അവിടെ നമുക്ക് പെഡഗോജിക്കൽ സ്റ്റൈലുമായിട്ട് ചേർത്ത് വെക്കാവുന്ന ടീച്ചിങ് മെത്തേഡ്സ് ആണ് നമ്മൾ കണ്ടത്. ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ, ഡിസ്കഷൻ, ക്വസ്റ്റ്യനിങ് മെത്തേഡ് ആൻഡ് എക്സ്പോസിറ്ററി മെത്തേഡ്. ഇവയെല്ലാം നമ്മൾ ഈ പറയുന്ന പെഡഗോജിക്കൽ സ്റ്റൈലുമായിട്ട് ചേർത്ത് വെക്കാവുന്ന ടീച്ചിങ് മെത്തേഡ്സ് ആണ്. ആൻഡ് ഞാൻ അവിടെ വീണ്ടും ഉറപ്പിച്ച് പറയുന്നു, ഒന്നുകൂടി ശ്രദ്ധിക്കുക, അതായത് ഈ ടീച്ചിങ് മെത്തേഡ് എല്ലാം എക്സ്ക്ലൂസീവ് അല്ല, അതായത് ഇവിടെ മാത്രമേ അത് വരൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇറ്റ് ഈസ് മോർ ലൈക്ക് പെഡഗോജിക്കൽ സ്റ്റൈൽ എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. രണ്ടാമതായിട്ട് ആന്ത്രഗോജി. പെഡഗോജി കഴിഞ്ഞാൽ രണ്ടാമത്തെ നെക്സ്റ്റ് ലെവൽ ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത് ഒരു ആന്ത്രഗോജി സ്റ്റൈലാണ്. ആന്ത്രഗോജി ഈസ് ദി തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് അഡൾട്ട് ലേണിംഗ്. നമ്മൾ ഈ പെഡഗോജി എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞത് പൂർണ്ണമായിട്ടും ഒരു വാട്ട് ഇസ് എ സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മോർ ലൈക്ക് സെക്കൻഡറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ പെഡഗോജി യൂസ് ചെയ്യും. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർക്കാണ് കൂടുതൽ ഫോക്കസ് വരുന്നത്. അതേസമയം ആന്ത്രഗോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് റിലേറ്റിംഗ് ടു അഡൾട്ട് ലേണിംഗ്, അഡൾട്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ടേം യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. സ്റ്റുഡൻറ് ഇവിടെ സെൽഫ് ഡയറക്റ്റഡ് ആണ്. സോ ഒരു തരത്തിലുള്ള ഫെസിലിറ്റേഷൻ ആണ് ആര് ചെയ്യുന്നത്? ടീച്ചറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ടീച്ചർ ഒരു ടീച്ചർ ഈ ആക്ച്വലി ഒരു വഴികാട്ടിയായി മാറും. അല്ലാതെ പൂർണ്ണമായിട്ടും ടീച്ചർക്ക് അവിടെ ഒരു പ്രോമിനൻസ് ഇല്ല. വേറെ പെഡഗോജിയിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ടീച്ചർ പ്രോമിനന്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അന്തർഗോജിയിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് മോർ ലൈക്ക് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. വഴികാട്ടി, അവർക്ക് സ്വയം വഴി കാണാൻ അവർക്ക് അറിയാം ഏത് വഴിയാണ് പോവേണ്ടതെന്ന്. അങ്ങനെ സ്വന്തമായിട്ട് തീരുമാനിച്ച് സ്വന്തമായിട്ട് വഴി കണ്ടുപിടിച്ച് പോകുന്ന രീതിയാണ് ആന്തർഗോജിയിൽ വരുന്നത്. സോ ആന്ത്രഗോജി സ്റ്റൈലിന് യൂസ് ചെയ്യുന്ന ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് പറയാവുന്നത്, ഒന്ന് ഫെസിലിറ്റേഷൻ. ടീച്ചറുടെ റോൾ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റേറ്ററുടെയാണ്. അതായത് ടീച്ചർ ആക്ട്സ് ആസ് എ ഫെസിലിറ്റേറ്റർ ഗൈഡിങ് അഡൾട്ട്സ് ഇൻ ദെയർ ലേണിംഗ് പ്രോസസ്. ഇവിടെ ടീച്ചറുടെ റോൾ ഈസ് ലൈക്ക് എ മെന്റർ ഓർ എ ഫെസിലിറ്റേറ്റർ. അവിടെ ഗൈഡൻസ് ആണ് ടീച്ചർ ചെയ്യുന്നത്. സ്റ്റുഡന്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരുടെ ലേണിംഗ് ഡിറ്റർമിൻ ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും ഒക്കെ സ്റ്റുഡൻസിൻ്റെതാണ്. സ്റ്റുഡൻസ് ആയിരിക്കും തീരുമാനിക്കുന്നത്. ദെൻ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. സോ പ്രസന്റിങ് ദി റിയൽ വേൾഡ് പ്രോബ്ലംസ് ഫോർ അഡൾട്ട് ടു സോൾവ് കൊളാബറേറ്റീവ്ലി. അവർക്ക് ഇപ്പോൾ PBL പോലെ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്ന് പറയും. നമ്മൾ ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡ്സ് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. സോ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ഒക്കെ കൂടുതൽ ആന്ത്രഗോജിയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇവിടെ റിയൽ ലൈഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് സ്റ്റുഡൻസിന് നേടിയെടുക്കുന്നത്. അതെല്ലാം അഡൾട്ട് ലേണിംഗുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നോർമലി പറയാറ്. ദെൻ കേസ് സ്റ്റഡി ബേസ്ഡ് ലേണിംഗ്. അവിടെ അനലൈസിങ് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ടു പ്രൊമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്. റിയലി സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് നമ്മൾ എടുത്തിട്ട് ആ സിറ്റുവേഷനിൽ എന്തൊക്കെ സൊല്യൂഷൻസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും, അതിനെപ്പറ്റി ക്രോസ് ചെക്ക് ചെയ്യുന്ന, അതിനെപ്പറ്റി ചിന്തിക്കുന്ന മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ്. സോ കേസ് സ്റ്റഡി മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ആന്ത്രഗോജിയിലെ ഒരു ടീച്ചിങ് മെത്തേഡായിട്ട് നമുക്ക് പറയാം. അതേപോലെ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. ഓക്കെ, സോ ഇറ്റ് അലോവിങ് അഡൾട്ട് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ദെയർ ലേണിംഗ്. ആന്ത്രഗോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. ഓക്കെ, അവിടെ ഓർക്കേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, പഠനത്തിന്റെ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായിട്ടും ഈ പറയുന്ന ലേണർക്കാണ്. ബിക്കോസ് ലേണർ ഈസ് ആൻ അഡൾട്ട്. അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ അറിയാം. സ്വന്തമായിട്ട് പഠനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള റൈറ്റ്സും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വവും അവരിലേക്ക് മാറുവാണെങ്കിൽ അത് ആന്ത്രഗോജി സ്റ്റൈലാണ്. സോ 3 മെത്തേഡ്സ് നമ്മൾ കണ്ടു: ഫെസിലിറ്റേഷൻ ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, കേസ് സ്റ്റഡി, സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. ഇതെല്ലാം ആക്ച്വലി ഈ പറയുന്ന ആന്ത്രഗോജിയുടെ ടീച്ചിങ് മെത്തേഡ്സ് എന്നുള്ളത് നമുക്ക് പറയാം. അടുത്തത് ഹ്യൂട്ടഗോജി. കുറച്ചുകൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ടീച്ചിങ് മോഡലായിട്ട് പറയുന്നതാണ് ഹ്യൂട്ടഗോജി. ഹ്യൂട്ടഗോജി ഈസ് എ ലേണർ ഡയറക്റ്റഡ് അപ്രോച്ച്, ലേണർ സെന്റേഡ് അപ്രോച്ച്. ലേണർ സെന്റേഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് അപ്രോച്ച് എന്ന് പറയാം, വേർ ലേണർ ടേക്സ് കൺട്രോൾ ഓഫ് ദെയർ ഓൺ ലേണിംഗ്, സെറ്റിംഗ് ദെയർ ഓൺ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ്. ഇവിടെ പൂർണ്ണമായിട്ടും ലേണർക്കാണ് പ്രോമിനൻസ് ഉള്ളത്.
അവിടെ ലേണിങ്ങിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളും ലേണർ എങ്ങനെയാണ് പൂർണ്ണമായിട്ടുള്ള റൈറ്റ്സ് ലേണറിൽ തന്നെ ഒതുങ്ങുവാണ്. ഓക്കെ, സോ ദേ ടേക്സ് കൺട്രോൾ ഓഫ് ദെയർ ഓൺ ലേണിംഗ്. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്ത് പഠിക്കണം, ഏത് രീതി പഠിക്കണം, പൂർണ്ണമായിട്ടും അത് ലേണറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഹ്യൂട്ടഗോജിയാണ്. ഓക്കെ, സോ ദേ സെറ്റ് ദെയർ ഓൺ ടാർഗറ്റ്സ്, ദേ സെറ്റ് ദെയർ ഓൺ സ്ട്രാറ്റജീസ് ആൻഡ് ദേ വിൽ പ്രിപ്പയർ ദെംസെൽഫ്. ആ ഒരു അപ്രോച്ചാണ് ഹ്യൂട്ടഗോജിയിൽ വരുന്നത്. അത് ഏതൊക്കെ സ്റ്റൈൽസ് ആണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുക? യു ക്യാൻ സി പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്. പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ലേണേഴ്സിന് പ്രോജക്ട്സ് കൊടുക്കുന്നു. ആ പ്രോജക്ട്സ് അവർ സ്വന്തമായിട്ട് സോൾവ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇറ്റ്സ് ലൈക്ക് ഹ്യൂട്ടഗോജി. സ്വന്തമായിട്ട് ടീച്ചറുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഗൈഡിന്റെയോ ഒരു മിയർ ഗൈഡ് അല്ലെങ്കിൽ ഒരു മേ നോട്ട് ബി എ ഗൈഡ്, അങ്ങനെയും വരാം. ആ ഒരു സാഹചര്യത്തിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന ആ ഒരു സ്റ്റേജിനാണ് ഹ്യൂട്ടഗോജി എന്ന് പറയുന്നത്. ദെൻസ് ആൻ ഓപ്പൺ എൻഡഡ് എൻക്വയറി, ലൈക്ക് എൻകറേജിങ് ലേണേഴ്സ് ടു എക്സ്പ്ലോർ ടോപ്പിക്സ് ഇൻഡിപെൻഡന്റ്ലി. ഒരു ടോപ്പിക് ഐഡിയ അവരുടെ കയ്യിൽ വന്നിട്ട് അവരായിട്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഹ്യൂട്ടഗോജിയാണ്. ലൈക്ക് പ്രൊജക്റ്റ് ആയാലും ആ ഒരു ഏരിയ വരുന്നത്. പ്രൊജക്ട്സ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ആ പ്രൊജക്ട് ഏരിയ എന്താണെന്ന് മനസ്സിലാക്കുകയും അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് സ്വന്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അത് പ്രസന്റ് ചെയ്യുന്ന രീതിയാണ്. സോ അത്തരം അപ്രോച്ചുകളെല്ലാം ഹ്യൂട്ടഗോജിക്ക് എക്സാമ്പിൾ ആണ്. ഈവൻ പോർട്ട്ഫോളിയോ അസസ്മെന്റ്, ലെറ്റിംഗ് ലേണേഴ്സ് കമ്പൈൽ ആൻഡ് അസസ് ദെയർ വർക്ക് ടു ഷോക്കേസ് ദെയർ ലേണിംഗ് ജേർണി. അവരെന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനു മുമ്പ് കവർ ചെയ്തിരിക്കുന്നത്, ആ ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുക, സ്വന്തമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വേദി ക്രിയേറ്റ് ചെയ്യുക. അതൊക്കെയാണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് വരുന്നത്. ഈവൻ അതായാലും അവിടെയും വരുന്നത് എന്താ, ഇവരായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അത് അവരുടെ ഓൺ വേയിൽ അവരെ പ്രസന്റ് ചെയ്യുകയാണ്. അവിടെയും നമുക്ക് ഹ്യൂട്ടഗോജി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ പേഴ്സണൽ ലേണിംഗ് നെറ്റ്വർക്ക്സ്, കണക്റ്റിംഗ് വിത്ത് ലേണേഴ്സ് ടു ലേൺ കൊളാബറേറ്റീവ്ലി. സ്വന്തമായിട്ട് നമ്മൾ മറ്റ് ലേണേഴ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കൊളാബറേറ്റീവ് ലേണിംഗിലേക്കൊക്കെ പോകുന്നു. അതൊക്കെ ഒരു പരിധി വരെ ഹ്യൂട്ടഗോജിക്ക് എക്സാമ്പിൾ ആണ്. വീണ്ടും നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റിസർച്ച് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ ഹ്യൂട്ടഗോജിയാണ് വരുന്നത്. ബിക്കോസ് ഏത് ഏരിയയെ പറ്റി റിസർച്ച് ചെയ്യണം, എങ്ങനെ റിസർച്ച് ചെയ്യണം, എപ്പോൾ നമ്മൾ ലേൺ ചെയ്യണം, ഏത് ലെവലിൽ കണ്ടിന്യൂ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹ്യൂട്ടഗോജിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ സമ്മറി ക്യാൻ സി പെഡഗോജി ഫോക്കസ് ഓൺ ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സ് suitable for traditional classroom settings. ഒരു പ്രൈമറി ലെവൽ ക്ലാസ് റൂംസിലും സെക്കൻഡറി ലെവൽ ക്ലാസ് റൂംസിലും അതേപോലെ വെൻ ഇറ്റ് കംസ് ടു ട്രഡീഷണൽ ആസ്പെക്ട്സ്, നമുക്ക് ലേണിംഗുമായി ബന്ധപ്പെട്ട ട്രഡീഷണൽ ക്ലാസ് റൂംസിലൊക്കെ നമുക്ക് ഈ പറയുന്ന പെഡഗോജി സ്റ്റൈൽ യൂസ് ചെയ്യാൻ സാധിക്കും. വേറെ അഡൾട്ട് ലേണേഴ്സിലേക്ക് വരുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ആന്ത്രഗോജി. ആന്ത്രഗോജി ഈസ് സെന്റേർഡ് അറൌണ്ട് അഡൾട്ട് ലേണേഴ്സ്, emphasizing self-directed learning and practical application. അവരായിട്ട് അവരാണ് തീരുമാനിക്കുന്നത് എന്ന് മാത്രം. സോ ദർ വിൽ ബി എ പ്രോപ്പർ കോഴ്സ് സ്ട്രക്ചർ. ആ കോഴ്സ് സ്ട്രക്ചറിനകത്ത് ഇതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. കിഡ്സിനെ പോലെയല്ല, ഇവർക്ക് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ള ധാരണയുണ്ട്. എങ്ങനെ ഫ്യൂച്ചർ കണ്ടെത്തണം, അവരുടെ കരിയർ എങ്ങനെ മുന്നോട്ട് നേടിയെടുക്കണം തുടങ്ങിയ കാര്യങ്ങൾക്ക് വ്യക്തമായ ധാരണയുള്ളവരാണ് അഡൾട്ട്. ആ ഒരു ലെവലിൽ നിന്നാണ് ആന്ത്രഗോജി വരുന്നത്. ഇനി അതിനു മുകളിൽ ഹ്യൂട്ടഗോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ലേണർ ഡ്രിവൺ അപ്രോച്ച് ആണ്. ഇവിടെ പൂർണ്ണമായിട്ട് ലേണർക്കാണ് കൺട്രോൾ ഉള്ളത്. ഓക്കെ, സോ ലൈക്ക് ഹൈ ഓട്ടോണമി വിൽ ബി ദെയർ. പൂർണ്ണമായിട്ടും ലേണർ സെൽഫ് ഓട്ടോണമസ് ആയിരിക്കും ആൻഡ് സെൽഫ് ഡിറ്റർമിൻഡ് ലേണിംഗ് പാത്സ്. ദേ ഡിസൈഡ് വാട്ട് ടു ലേൺ. അതാണ് ഈ മൂന്ന് മെത്തേഡുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ ടീച്ചിങ് മോഡൽസ് ക്ലിയർ ആണോ? മൂന്ന് മോഡൽസ് ആണ് നമ്മൾ പറഞ്ഞത്, പെഡഗോജി, ആന്ത്രഗോജി ആൻഡ് ഹ്യൂട്ടഗോജി. മൂന്ന് അപ്രോച്ചുകളും ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഫൈൻ. ഓക്കെ, ഈ ഏരിയയിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് കാണാം. ഓരോ ഏരിയ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാമല്ലോ. സോ PYQs. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ്. നമ്മൾ പറയാത്തൊരു ഏരിയ ആണ്. പെഡഗോജിയെ പറ്റി നമ്മൾ പറഞ്ഞു, പക്ഷേ ദർ വാസ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്. അറേഞ്ച് ദി ഫോളോയിങ് 5 elements ഓഫ് പെഡഗോജി ഗിവൺ ബൈ ഹെർബർട്ട്. അദ്ദേഹത്തിന്റെ 1972 പെഡഗോജി ഒരു ബുക്കുണ്ട്. ആ ബുക്കിന്മേൽ തന്നിരിക്കുന്ന ഡിഫറെന്റ് സ്റ്റേജസിനെ പറ്റിയാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജനറലൈസേഷൻ, അസോസിയേഷൻ, പ്രസന്റേഷൻ, ആപ്ലിക്കേഷൻ ആൻഡ് പ്രിപ്പറേഷൻ, ഇതിനെ സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. ലോജിക്കലി നമുക്ക് പറയാൻ പറ്റും, റൈറ്റ്? ലോജിക്കലി ഇതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ലേ? ഏതായിരിക്കും ഫസ്റ്റ് സ്റ്റേജ്? ഡെഫിനറ്റ്ലി പ്രിപ്പറേഷൻ, റൈറ്റ്? സോ ലൈക്വൈസ് നമുക്ക് ഇതിന്റെ ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. അതിലൊന്നും പ്രോബ്ലം ഇല്ല. ഈവൻ ദോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതുകൊണ്ട് ഏതൊക്കെയാണ് ആ 5 elements നമുക്കൊന്ന് കാണാം. സി,
ഹെർബർട്ട്സ് 5 എലമെന്റ്സ് ഓഫ് പെഡഗോജി. പെഡഗോജിയെ പറ്റിയുള്ള 5 സ്റ്റേജുകൾ, 5 എലമെന്റിനെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഈസ് പ്രിപ്പറേഷൻ. This is the initial stage where teacher prepares for the lesson. Lesson അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന ആ സ്റ്റേജ് ആണ് പ്രിപ്പറേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ഗാദറിംഗ് മെറ്റീരിയൽ, പ്ലാനിങ് ദി സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസിങ് റിസോഴ്സസ്. ഈ സ്റ്റേജിൽ വരുമ്പോൾ അദ്ദേഹം മാക്സിമം മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നു, എങ്ങനെയാണ് ലെക്ചർ മുന്നോട്ട് വേണ്ടതെന്ന് പ്ലാൻ ചെയ്യുന്നു, ആൻഡ് വാട്ട് ടു സേ, ലെസൺ എങ്ങനെയാണ് മുന്നോട്ട് കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനമാവും ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിൽ അദ്ദേഹം ചെയ്യുന്നത്. രണ്ടാമതായിട്ട് പ്രസന്റേഷൻ. So in this stage, teacher presents the information to or content to the students. After gathering the information, നമ്മൾ ആ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ആ തീരുമാനിച്ച രീതിയിൽ ക്ലാസ് റൂമിൽ പ്രസന്റേഷൻ കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇൻക്ലൂഡ്സ് ഡെലിവറിംഗ് ലെക്ചേഴ്സ്, ഡെമോൺസ്ട്രേഷൻസ് ഓർ എനി മെത്തേഡ് ദാറ്റ് കൺവേസ് ദി സബ്ജക്ട് മാറ്റർ. ഇതിനു വേണ്ടി ടീച്ചർ സെറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് മാറ്റർ കൺവേ ചെയ്യാവുന്ന മെത്തേഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ടീച്ചിങ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നു. Then association. After the presentation, students are guided to connect the new information with the existing knowledge. അതാണ് അസോസിയേഷൻ എന്ന് പറഞ്ഞത്. പുതിയ നോളജ് ആണ് സ്റ്റുഡൻസിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് നോളജിലേക്ക് പുതിയ നോളജ് ആഡ് ചെയ്യുന്ന ആ പ്രോസസ്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക, അതുവഴി എന്താണ് കൺസെപ്റ്റ് എന്ന് സ്റ്റുഡൻസിലേക്ക് എത്തിക്കണം. ആ ഒരു സ്റ്റേജാണ് അസോസിയേഷൻ. ദി സ്റ്റേജ് എംഫസൈസസ് ലിങ്കിങ് ദി ന്യൂ കണ്ടന്റ് വിത്ത് വാട്ട് ദേ ഓൾറെഡി നോ. അവർക്ക് അറിയാവുന്ന നോളജിലേക്ക് പുതിയ നോളജിനെ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുന്നത്. അസോസിയേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റേജാണ് ജനറലൈസേഷൻ. ഫോളോയിങ് അസോസിയേഷൻ, സ്റ്റുഡൻസ് ഡ്രോ ജനറൽ പ്രിൻസിപ്പിൾസ് ഓർ കൺസെപ്റ്റ്സ് ഫ്രം ദി പ്രസന്റ് ഇൻഫർമേഷൻ. അവരിപ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ അവരിലേക്ക് എത്തി, അതിനെ ജനറലൈസ് ചെയ്യുന്ന ആ സ്റ്റേജാണ്. അതായത് ആ ഒരു പുതിയ ഇൻഫർമേഷനെ അവരുടെ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് നോളജിലേക്ക് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തത് വഴി ദേ നോ എ ന്യൂ തിങ്, റൈറ്റ്? അവർക്ക് അവരുടെ നോളജ് കുറച്ചുകൂടി ബ്രോഡ് ആയിട്ടുണ്ട്. ആ നോളജിനെ എവിടെ അപ്ലൈ ചെയ്യണം, അതിനാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ദിസ് സ്റ്റേജ് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ് ദി ബ്രോഡർ ഇംപ്ലിക്കേഷൻസ് ആൻഡ് പാറ്റേൺസ് വിത്ത് ദി മെറ്റീരിയൽ. എന്താണ് ഈ കൺസെപ്റ്റ്, എന്താണ് ഈ സബ്ജക്റ്റിനകത്ത് ഇതിന്റെ ഉപയോഗം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ അത് ജനറലൈസേഷൻ ആയി. ഓക്കെ, ജനറലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ആപ്ലിക്കേഷൻ. ദി ഫൈനൽ സ്റ്റേജ് ഇൻവോൾവ്സ് അപ്ലൈയിങ് ദി learned principles or concepts to solve problems or situations. അവിടെ അവർ പഠിച്ചിരിക്കുന്ന കൺസെപ്റ്റുകൾ, പഠിച്ചിരിക്കുന്ന പുതിയ നോളജ് അവർ ഉപയോഗിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ആ സ്റ്റേജിലാണ് ആപ്ലിക്കേഷൻ വരുന്നത്. സോ സ്റ്റുഡൻസ് യൂസ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഇൻ പ്രാക്ടിക്കൽ സിനാരിയോസ്, ഡെമോൺസ്ട്രേറ്റിംഗ് ദെയർ എബിലിറ്റി ടു യൂസ് ദി നോളജ്. ദേ വിൽ യൂസ് ഇറ്റ്. അവർക്ക് കിട്ടിയിരിക്കുന്ന ആ നോളജിനെ അവർ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സ്റ്റേജ്, അതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി 5 സ്റ്റേജസ് സജസ്റ്റഡ് ബൈ ഹെർബർട്ട്. പെഡഗോജിയുടെ 5 എലമെന്റ്സ് എന്നുള്ള രീതി അദ്ദേഹം സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് പ്രിപ്പറേഷൻ. സോ ഫസ്റ്റ് സ്റ്റേജ് ഇസ് പ്രിപ്പറേഷൻ. ദെൻ സെക്കൻഡ് സ്റ്റേജ് ഈസ് പ്രസന്റേഷൻ. തേർഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഏതാണ്? പ്രസന്റേഷൻ കഴിഞ്ഞു. അസോസിയേഷൻ ആണ് മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത്. ദെൻ നാലാമത്തെ സ്റ്റേജ് ആയിട്ട് യു ക്യാൻ സി ആപ്ലിക്കേഷൻ. ആൻഡ് നാലാമത്തെ സ്റ്റേജ് ആയിട്ട് ജനറലൈസേഷൻ. ആൻഡ് ഫൈനൽ സ്റ്റേജ് ഈസ് ആപ്ലിക്കേഷൻ. So option ഏതാണ് റൈറ്റ് ആൻസർ? Option B, right? Can see it here. First E, preparation, then C, presentation, then B, association, and A, generalization, and finally application. Okay, so these are the 5 elements of pedagogy given by Herbert. Okay, I'm just ഒന്ന് ഓർത്തേക്കുക. നെക്സ്റ്റ്, അടുത്തത് ദി ഫീൽഡ് ഓഫ് സ്റ്റഡി വിച്ച് യൂസസ് റോൾ പ്ലേയിങ്, സിമുലേഷൻ ആൻഡ് സെൽഫ് ഇവാലുവേഷൻ ആസ് സ്ട്രാറ്റജീസ് ഫോർ അഡൾട്ട് ലേണിംഗ് ഇസ് നോൺ ആസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നതാണ്. സോ ഏത് ഫീൽഡ് ഓഫ് സ്റ്റഡിയിലാണ് റോൾ പ്ലേയിങ്, സിമുലേഷൻ, അതേപോലെ സെൽഫ് ഇവാലുവേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അഡൾട്ട് ലേണേഴ്സിനെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്തത്? ഏതാണ് പറയൂ? ഓപ്ഷൻ ബി. Okay, option B, that's right answer. Option B, ആന്ത്രഗോജി. സോ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയുമായി കണക്ട് ചെയ്ത് നമുക്ക് റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിരിക്കുന്നത്. നൗ നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ടോപ്പിക് ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ്. ഓക്കെ, സോ ഏതെങ്കിലും ടോപ്പിക് ഡിസ്കഷന് മുമ്പ് തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. സോ ഫസ്റ്റ് ടോപ്പിക് ഇസ് ഡൺ. നമ്മൾ പറഞ്ഞത് ടീച്ചിങ് മോഡൽസിനെ പറ്റിയാണ്. ടീച്ചിങ് മോഡൽസ് 3 മോഡലാണെന്ന് ഓർക്കുക: പെഡഗോജി, ആന്ത്രഗോജി ആൻഡ് ഹ്യൂട്ടഗോജി. ആൻഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിരുന്നു. ഇനി
അടുത്തതായിട്ട് പറയുന്നത് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ്. ലെവൽസ്, ടീച്ചിങ് ലെവൽസിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്നാൽ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ലെവൽസ് എന്ന് പറയുമ്പോൾ അവിടെ 4 ലെവൽസ് ഉണ്ട്. ടീച്ചിങ് ലെവൽസ് മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 3 ലെവലാണ്. അതായത് ബേസിക് മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ലെവൽസ്, അതായത് ലേണിംഗ് ലെവൽ കൂടി അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് അനദർ ലെവൽ കോൾഡ് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ. അവിടെ സ്റ്റുഡൻറ് സ്വന്തമായിട്ട് പഠിച്ച കാര്യങ്ങളാണ് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവലിൽ വരുന്നത്. അവിടെ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് മോർ ഓർ ലൈക്ക് നെഗറ്റീവ് ആണ്. ടീച്ചിങ്ങിന് അവിടെ ഒരു പ്രോമിനൻസ് ഇല്ല. സ്റ്റുഡൻറ് സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ലെവൽ ഈസ് മെമ്മറി ലെവൽ. മെമ്മറി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദിസ് ലെവൽ ദി ഫോക്കസ് ഈസ് ഓൺ റീകോളിംഗ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ. കാണാപ്പാഠം പഠിക്കുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് പറയാം. ഇവിടെ പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് മാത്രമാണ് കൊടുക്കുന്നത്. ഒരു കോഗ്നിറ്റീവ് ലെവൽ ടീച്ചിങ് മാത്രം. സോ ദി എംഫസിസ് ഓൺ റോട്ട് മെമ്മറൈസേഷൻ വിതൗട്ട് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി കണ്ടന്റ്. കണ്ടന്റ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ ഒരു റോട്ട് മെമ്മറൈസേഷൻ മാത്രം, കാണാപ്പാഠം പഠിക്കുന്ന ഒരു അപ്രോച്ചാണ് മെമ്മറി ലെവൽ ടീച്ചിങ്ങിൽ വരുന്നത്. സോ ഏത് ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലായിരിക്കും മെമ്മറി ലെവൽ വരുന്നത്? പ്രൈമറി ലെവലുകളിൽ, ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ അവിടെയാണ് ഈ മെമ്മറി ലെവൽ ടീച്ചിങ്ങിന് കൂടുതൽ പ്രോമിനൻസ് വരുന്നത്. അവിടെ മാത്രമാണ് ഞാൻ പറഞ്ഞില്ല, ചില ഇക്വേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ മെമ്മറി ലെവൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, മെമ്മറി ലെവൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രൈമറി ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലാണ്. ദെൻ ലേണിംഗ് മെത്തേഡ്സ്. മെമ്മറി ലെവലുമായി ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാവുന്ന ചില ലേണിംഗ് മെത്തേഡ്സ്. ഫസ്റ്റ് ഈസ് റെപ്പിറ്റേഷൻ ആൻഡ് റോട്ട് മെമ്മറൈസേഷൻ. റിപ്പീറ്റിംഗ് ഇൻഫർമേഷൻ ഓർ ടു കമ്മിറ്റ് ഇറ്റ് ടു മെമ്മറി. ലൈക്ക് കാണാപ്പാഠം പഠിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ്. ലൈക്ക് ഇപ്പൊ പദ്യം പഠിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പോയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇക്വേഷനോ ഏതെങ്കിലും ഒരു ഫാക്റ്റോ നമ്മൾ പഠിക്കുമ്പോൾ സാധാരണഗതിയിൽ അവിടെ യൂസ് ചെയ്യുന്നത് ഒരു റോട്ട് മെമ്മറൈസേഷൻ ആണ്. റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് പറഞ്ഞ് നമ്മളുടെ മനസ്സിലേക്ക് കയറ്റുന്ന ആ ഒരു രീതിയായിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഈ പറയുന്ന ഫസ്റ്റ് ലെവൽ മെമ്മറി ലെവലുമായി ബന്ധപ്പെട്ടാണ്. അതേപോലെ ഫ്ലാഷ് കാർഡ്സ്, ഫാക്റ്റുകൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിക്കുന്നു. അവിടെയും സംഭവിക്കുന്നത് എന്താ, നമ്മളത് അങ്ങ് മനസ്സിലാക്കിയെടുക്കുകയാണ്, അല്ലാതെ എന്താണ് ആ കൺസെപ്റ്റ് എന്ന് ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്തിക്കാത്ത തോട്ട്ലെസ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് മെമ്മറി ലെവൽ എന്ന് പറയുന്നത്. ദെൻ ക്യൂസസ് ആൻഡ് ടെസ്റ്റ്. അസസിങ് മെമ്മറി ത്രൂ ട്രഡീഷണൽ അസസ്മെന്റ്. ട്രഡീഷണൽ അസസ്മെന്റ് പ്രകാരം ഇപ്പൊ ക്യൂസ് കണ്ടക്ട് ചെയ്യുന്നു. അവിടെ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റൈറ്റ് അവേ ആൻസർ കിട്ടണം എന്നുള്ള പർപ്പസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ ആൻസർ എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു, ഇതുമായിട്ട് മറ്റ് റിലേഷൻ എന്താണ്, അങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കുവാണെങ്കിൽ അത്തരം അസസ്മെന്റ് എല്ലാം ഏതുമായി ബന്ധപ്പെട്ടാണ്? മെമ്മറി ലെവലുമായി ബന്ധപ്പെട്ടാണ്. സോ മെമ്മറി ലെവൽ ഈസ് ഓൾ അബൌട്ട് ഒരു തോട്ട്ലെസ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയാം. ഇവിടെ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് എന്താണ്, കാര്യങ്ങൾ കാണാതെ പഠിച്ചെടുക്കുക. ടീച്ചറുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുക, സ്ട്രക്ചർ ചെയ്യുക. അത് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുന്നു, അത് സ്റ്റുഡൻസ് അതേപടി തന്നെ മനസ്സിലാക്കി എടുക്കണം. സോ ടീച്ചർക്കാണ് ഇവിടെ പ്രോബ്ലംസ് കൂടുതൽ. ടീച്ചർ ഡയറക്റ്റഡ് ആണ് ആൻഡ് ടീച്ചർ വിൽ ഡിസൈഡ് എന്താണ് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത് പൂർണ്ണമായിട്ടും ടീച്ചറുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതാണ് മെമ്മറി ലെവൽ. സോ യു ക്യാൻ സീ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ക്വിക്ക് അക്വിസിഷൻ ഓഫ് ഫാക്ട്സ്, ബേസിക് ഫാക്ട്സ്. ഇപ്പൊ ലാംഗ്വേജ് പഠിക്കുന്നു അല്ലെങ്കിൽ വേർഡ്സ് പഠിക്കുന്നു, അവിടെയൊക്കെ എന്താണ്, പെട്ടെന്ന് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ലെവൽ. അതായത് ഒരു ബേസിക് നോളജ്, ബേസിക് ഫാക്റ്റുകൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കിട്ടാൻ വേണ്ടി മെമ്മറി ലെവൽ യൂസ് ചെയ്യാം. ദെൻ അസസ്മെന്റ് ഈസ് റിലേറ്റീവ്ലി സ്ട്രേറ്റ് ഫോർവേഡ്. കാര്യം മനസ്സിലായോ ഇല്ലയോ, അത്രേ മാത്രമേ ഉള്ളൂ. മനസ്സിലാകുക എന്നുള്ളതിനുപരിയായിട്ട് സാധാരണ ഇവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നത് എന്താ, അത് അവർക്ക് കാണാപ്പാഠമായിട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇപ്പോ ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് 1947. അങ്ങനെ പറയുമ്പോൾ എന്താണ്, ആ ഒരു കാര്യം കൃത്യമായിട്ട് അവർക്ക് പറയാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, കോഗ്നിറ്റീവ് എബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. മെമ്മറി ലെവൽ എത്രമാത്രം ഉണ്ടെന്നുള്ളത് മാത്രമാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ലിമിറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. ഇത് നമുക്ക് ഒരിടത്തും അപ്ലൈ ചെയ്യാൻ സാധിക്കാറില്ല. അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. ദെൻ എൻകറേജസ് സർഫസ് ലെവൽ ലേണിംഗ്. ഏറ്റവും ബേസ് ലെവൽ ലേണിംഗ് ആണ് മെമ്മറി ലെവൽ ലേണിംഗിൽ വരുന്നത്. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് മെമ്മറി ലെവൽ ലേണിംഗിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത്. വേറെ അതർ ഡിസഡ്വാൻറ്റേജ് ടു. ബേസിക് ലെവൽ കൺസെപ്റ്റ് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ രണ്ട് ഡിസഡ്വാൻറ്റേജ് എടുത്തു. ഇനി രണ്ടാമത്തെ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. മെമ്മറി ലെവൽ കഴിയുന്നു. മെമ്മറി ലെവൽ എന്തായിരുന്നു, ഒരു തോട്ട്ലെസ് ലെവൽ നമ്മൾ വിളിച്ചു, അല്ലെങ്കിൽ കാണാപ്പാഠം പഠിക്കുന്ന ഒരു രീതിയാണെന്ന് പറഞ്ഞു. ആൻഡ് ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെ അതേപടി തന്നെ മനസ്സിലേക്ക് കയറ്റി വയ്ക്കാനുള്ള ഒരു വേ ആണ് മെമ്മറി ലെവൽ. സോ ചെറിയ ക്ലാസ് റൂമുകളിൽ കുട്ടികളെ സ്ട്രിക്റ്റ് എൻവയോൺമെന്റിൽ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മെമ്മറി ലെവൽ ആയിരിക്കും. അതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. സോ ദിസ് ലെവൽ എയിംസ് ഫോർ കോംപ്രിഹെൻഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ദി ഇൻഫർമേഷൻ.
അതായത് ഇവിടെ ആ പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നിനെ മറ്റൊന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലാണ്. സോ സ്റ്റുഡൻസ് ആർ എക്സ്പെക്റ്റഡ് ടു ഗ്രാസ്പ് ദി മീനിങ് ഓഫ് കൺസെപ്റ്റ്സ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് എ മോർ പ്രൊഫൗണ്ട് അണ്ടർസ്റ്റാൻഡിംഗ്. ഇവിടെ എന്താണ് ആ കൺസെപ്റ്റ് എന്ന് മീൻസ് കാണാപ്പാഠം പഠിക്കുകയല്ല, എന്താണ് ആ കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാൻ സ്റ്റുഡൻസിന് സാധിക്കണം. സോ അവിടെ സാധാരണ ഗതിയിൽ ടീച്ചർ ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞുകൊണ്ട് കൺസെപ്റ്റ് എന്താണെന്ന് സ്റ്റുഡൻസിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ആ ഒരു സ്റ്റേജ് ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. ഓക്കെ, സോ ദിസ് ലെവൽ എയിംസ് ഫോർ കോംപ്രിഹെൻഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ. ദേ നീഡ് ടു തിങ്ക്. അത് ഒരുപാട് ചിന്തിക്കുന്നതല്ല, അവർക്ക് ബേസിക് ലെവലിൽ എന്താണ് ഈ കാര്യമെന്ന് ചിന്തിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഇതിന് പ്രീവിയസ് അക്യൂർ ചെയ്തിരിക്കുന്ന നോളജുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ they need to understand the positives and negative sides of every aspect. ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുന്ന ലെവലിനെയാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൈക്ക് എക്സാമ്പിൾസ് പറയാം. ഇവിടെ ടീച്ചിങ് മെത്തേഡ്സ് ആയിട്ട് ലേണിംഗ് മെത്തേഡ്സ് ആയിട്ട് പറയാവുന്ന ഒന്ന് കൺസെപ്റ്റ് മാപ്പിംഗ്, ക്രിയേറ്റിംഗ് വിഷ്വൽ റെപ്രസെന്റേഷൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസെപ്റ്റ്സ്. കൺസെപ്റ്റ് മാപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ എന്താണ്, മാപ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഷ്വൽ റെപ്രസെന്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒന്നിനെ മറ്റൊന്നുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതെങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ഇവർ തമ്മിലുള്ള ഒരു ഇവന്റുകൾ തമ്മിലുള്ള ക്രോണോളജി എങ്ങനെയാണ്, ഓരോന്ന് സംഭവിച്ച സിറ്റുവേഷൻസ് റിലേഷൻ എന്താണ്, അങ്ങനെ റിലേഷനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണ്. സോ ക്രിയേറ്റിംഗ് വിഷ്വൽ റെപ്രസെന്റേഷൻസ് ടു അണ്ടർസ്റ്റാൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസെപ്റ്റ്സ്. ദെൻ ഡിസ്കഷൻ ബേസ്ഡ് ലേണിംഗ്, എൻഗേജിങ് ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ടു ഡീപ്പൻ അണ്ടർസ്റ്റാൻഡിംഗ്. അണ്ടർസ്റ്റാൻഡിംഗ് കുറച്ചുകൂടി ഡീപ്പ് ആകാൻ വേണ്ടി എന്താണ് ആ ഡിസ്കഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തു, അതുവഴി അവർ ആ കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് അവരുടെ ഉള്ളിലേക്ക് എത്തണം. അതേപോലെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വിളിക്കുക, അപ്ലൈയിങ് കൺസെപ്റ്റ്സ് ടു റിയൽ വേൾഡ് സിനാരിയോസ് ഫോർ പ്രാക്ടിക്കൽ കോംപ്രിഹെൻഷൻ. റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ഏത് ലെവലാണ്, നമുക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിന്റെ ഭാഗമായിട്ട് പറയാം. ദെൻ അഡ്വാൻറ്റേജസ്, എൻകറേജസ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് അനാലിസിസ്, കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഫെസിലിറ്റേറ്റ്സ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി സബ്ജക്ട് മാറ്റർ. അതായത് നമ്മളിവിടെ കൂടുതൽ ചിന്തിക്കുന്നു. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഈ ലെവലാന്ന് ഞാൻ പറയില്ല. ഇവിടെ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന്, കണക്ഷൻസ് എന്താണെന്നും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻറ്റിന് സാധിക്കും. അത്രയും മാത്രമേ ഉള്ളൂ. കണക്ഷൻസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമേ സാധിക്കൂ. എന്നാലും ഒരു പ്രോബ്ലം സോൾവിങ് ലെവലിലേക്കൊന്നും നമുക്ക് ഒരിക്കലും അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ പറയാൻ പറ്റില്ല. ഇവിടെ കണക്ഷൻസും റിലേഷൻസും എന്തുകൊണ്ട് ഇത് വന്നു, ഇത് മറ്റൊന്നുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ കിട്ടുമ്പോഴാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ആവുന്നത്. ഓക്കെ, സോ ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി സബ്ജക്ട് മാറ്റർ. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ മേ സ്റ്റിൽ ലാക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊന്നും ഒരു സെർട്ടനിറ്റിയോടുകൂടി നമുക്ക് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ഇവർ ആ കൺസെപ്റ്റുകൾ എന്താണെന്നും അതിന്റെ റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവൻ ദോ അവരൊരു അത് ട്രൈ ചെയ്യുന്നില്ല, അവരായിട്ട് പുതിയ ഫാക്റ്റുകളിലേക്ക് എത്തുന്നില്ല, അവരായിട്ട് ക്രിയേറ്റിവിറ്റിയിലെ പറ്റി ആ ഒരു ലെവലിലേക്കൊന്നും എത്തുന്നില്ല. അങ്ങനെ വരാത്തതുകൊണ്ട് തന്നെ അവർക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കുറവായിരിക്കും എന്ന് പറയാം. ഇറ്റ് റിക്വയർസ് മോർ ടൈം ആൻഡ് എഫേർട്സ് ദാൻ മെമ്മറി ലെവൽ ലേണിംഗ്. മെമ്മറി ലെവലിനേക്കാൾ കൂടുതൽ എഫേർട്ടും കൂടുതൽ ടൈമും നമുക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ദെൻ മൂന്നാമത്തെ ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. റിഫ്ലക്റ്റീവ് ലെവൽ ഇൻവോൾവ്സ് ക്രിട്ടിക്കൽ തിങ്കിങ്. സോ ക്രിട്ടിക്കൽ തിങ്കിങ് എവിടെയെങ്കിലും വരുവാണെങ്കിൽ അത് നിങ്ങൾ എപ്പോഴും വർക്ക് ചെയ്യേണ്ടത് റിഫ്ലക്റ്റീവ് ലെവലിലാണ്. ഓക്കെ, കഴിഞ്ഞതിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടെ നിങ്ങൾ എന്താ ഓർക്കേണ്ടത്, കൺസെപ്റ്റുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ ഇവിടെ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് പോകുന്നില്ല. സോ ഹയർ ലെവൽ ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നത് എപ്പോഴും ഏതിലായിരിക്കും, റിഫ്ലക്റ്റീവ് ലേണിംഗിലായിരിക്കും. ഇവിടെ ബേസിക് ലെവലിൽ ദേ വിൽ ബി ഏബിൾ ടു കണക്ട്, ഒരു സിറ്റുവേഷൻസിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നു, ഒന്നിനെ മറ്റൊന്നുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതെല്ലാമാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ വരുന്നത്. ഓക്കെ, സോ റിഫ്ലക്റ്റീവ് ലേണിംഗ് ഇൻവോൾവ്സ് ക്രിട്ടിക്കൽ തിങ്കിങ്, അനാലിസിസ് ആൻഡ് ദി എബിലിറ്റി ടു അപ്ലൈ നോളജ് ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്. സോ ആ പറയുന്ന സിറ്റുവേഷൻ, അവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ പലതിലും അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ സാധിക്കണം. റിഫ്ലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലല്ലേ അവർക്ക് എന്താണ്, അവർ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെ പറ്റി കൂടുതൽ ചിന്തിച്ച് അവരുടേതായ ഒരു ഐഡിയ, അവരുടേതായ ഒരു നോളജ് ബേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിലാണ് റിഫ്ലക്റ്റീവ് ലെവൽ പറയുന്നത് ഇറ്റ് ഗോസ് ബിയോണ്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻവോൾവ്സ് സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. സോ ദേ വിൽ ബി ഏബിൾ ടു ഇവാലുവേറ്റ് എന്താണോ അവർ മനസ്സിലാക്കി എടുത്തിരിക്കുന്ന നോളജ്, അത് എത്രമാത്രം ശരിയാണ്, അത് എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും, അത് അപ്ലൈ ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ വരുന്നത് റിഫ്ലക്റ്റീവ് ലെവലിലാണ്. ഓക്കെ, സോ റിഫ്ലക്റ്റീവ് ലെവലിന് എക്സാമ്പിൾസ് ടീച്ചിങ് മെത്തേഡ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നത് കേസ് സ്റ്റഡീസ്. ഡെഫിനറ്റ്ലി
സോ അനലൈസിങ് റിയൽ വേൾഡ് കേസസ് ടു പ്രൊമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്. കേസ് സ്റ്റഡീസ് എന്താണ്? ലൈക്ക് ഇപ്പോൾ ഒരു കേസ് സ്റ്റഡി റിലേറ്റഡ് ടു ഭോപ്പാൽ ട്രാജഡി ആണെങ്കിൽ ഭോപ്പാൽ ട്രാജഡിയുടെ ഒരു കേസ്ലെറ്റ് വിൽ ബി പ്രൊവൈഡഡ്. ആ സ്റ്റുഡൻസിന് കേസ്ലെറ്റ് കൊടുത്തിട്ട് ആ ഇഷ്യൂ എന്താണെന്ന് അവർ വായിക്കുന്നു. അവർ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവരായിട്ട് ഐഡന്റിഫൈ ചെയ്യാവുന്ന മാക്സിമം സൊല്യൂഷൻസ് ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്താ അവിടെ സംഭവിക്കുന്നത്? അവർക്ക് ആ ഒരു സിറ്റുവേഷനെ പറ്റി കൂടുതൽ ചിന്തിക്കാനും അവരുടേതായ സൊല്യൂഷൻസ് കൊണ്ടുവരാനും സാധിക്കും. സോ ദർ വിൽ ബി ക്രിട്ടിക്കൽ തിങ്കിങ്. ആ ക്രിട്ടിക്കൽ തിങ്കിങ് ആസ്പെക്ട്സ് വരുന്നത് എപ്പോഴും ഏതിനകത്താണ്? റിഫ്ലക്റ്റീവ് ലേണിംഗിലാണ്, റിഫ്ലക്റ്റീവ് മെത്തേഡിലാണ്. സോ നെക്സ്റ്റ്, ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ. ഒരു നെക്സ്റ്റ് ലെവൽ, ഒരു ഹയർ ഓർഡർ ഡിബേറ്റ്സും ഡിസ്കഷനും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഈ ലെവലിലായിരിക്കും. ആൻഡ് ദർ വിൽ ബി ഡിസ്കഷൻസ് ഇൻ പ്രീവിയസ് ലെവൽ. ഡിബേറ്റ്സ് വരുന്നത് കൂടുതലായിട്ടും ഈ ഒരു ലെവലിലായിരിക്കും. ഇറ്റ് എൻകറേജ് സ്റ്റുഡൻസ് ടു ഇവാലുവേറ്റ് ആൻഡ് ഡിഫെൻഡ് ദെയർ വ്യൂ പോയിന്റ്സ്. അവരുടെ വ്യൂ പോയിന്റ്സ് എത്രമാത്രം ശരിയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതേപോലെ അവരുടെ വ്യൂ പോയിന്റ്സിനെ ഡിസ്കഷൻസിലൊക്കെ കൊണ്ടുവന്നുകൊണ്ട് പുതിയ ഐഡിയാസ് ഒക്കെ കളക്ട് ചെയ്യാനും സ്റ്റുഡൻസിന് സാധിക്കും. ദെൻ പ്രോബ്ലം സോൾവിങ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്ലൈ നോളജ് ടു സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ്. ഡിഫറെന്റ് പ്രോബ്ലം സോൾവിങ് ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ നോളജ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ സിറ്റുവേഷൻ സോൾവ് ചെയ്യാം. ഓക്കെ, അതൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു സ്റ്റേജിലാണ് വരുന്നത്. അത് റിഫ്ലക്റ്റീവ് ലെവലുമായി ബന്ധപ്പെട്ടാണെന്ന് ഓർക്കുക. ദെൻ അഡ്വാൻറ്റേജസ്. ഇറ്റ് പ്രൊമോട്ട്സ് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹയർ ഓർഡർ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. സോ അത്രയും ഹയർ ബേസിലുള്ള പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് ഒക്കെയാണ് ഈ ഒരു ലെവൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. എൻകറേജസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡന്റ് തിങ്കിങ്. ഓരോ വ്യക്തിയും ഓരോ സ്റ്റുഡന്റും അവരവരുടെ ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ തയ്യാറാവും. സോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള തിങ്കിങ് എബിലിറ്റീസും അതേപോലെ ദേ വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ന്യൂ വേസ്. ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്യപ്പെടും. ആൻഡ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോവർ ക്ലാസ്സസ്. ചെറിയ ക്ലാസ്സുകളിലൊന്നും നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല. ദെൻ ടൈം കൺസ്യൂമിംഗ് ആണ്. ബിക്കോസ് ക്രിട്ടിക്കൽ തിങ്കിങ് ആസ്പെക്ട്സ് ഒക്കെ വരണമെങ്കിൽ ഓരോ കേസ് സ്റ്റഡീസോ അതേപോലുള്ള മെത്തേഡൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനു വേണ്ടി തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ദെൻ അസസ്മെന്റ് ക്യാൻ ബി സബ്ജക്റ്റീവ് ആൻഡ് ചലഞ്ചിങ്. ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ഓരോ സ്റ്റുഡൻസും അവരവരുടെ വേയിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. സോ സ്റ്റുഡന്റ് ബേസ്ഡ് ആയിട്ടുള്ള അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ബിക്കോസ് അവരുടെ വ്യൂ പോയിന്റ്സുകളാണ് അവതരിപ്പിക്കുന്നത്. അവരായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുക. സോ അതൊരു ഹയർ ഓർഡർ തിങ്കിങ് ലെവലാണ്. സോ ദാറ്റ് അസസ്മെന്റ് പ്രൊസീജിയറും അതേപോലെ ഇവാലുവേഷനും ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാം. ദെൻ നാലാമത്തെ ലെവലാണ് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ. നാലാമത്തെ ലെവലായിട്ടും പറയാം, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ലെവലായിട്ടും പറയാം. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് അതർ ലെവൽസ്. നമ്മൾ മുമ്പ് കണ്ടിരിക്കുന്ന മറ്റ് ലെവലുകൾ പോലെയല്ല, അല്ലെങ്കിൽ ലെവൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ ഭാഗമാണെന്ന് തന്നെ പറയാൻ പറ്റില്ല. ലെവൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ ഭാഗമല്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവലാണ്. എന്തുകൊണ്ടാണ്? സ്വന്തമായിട്ട് ഇവർ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾ, അല്ലാതെ ടീച്ചിങ് എൻവയോൺമെന്റിൽ നിന്നും പഠിച്ചെടുക്കുന്ന കാര്യങ്ങളല്ല. ആ ഒരു ടൈം ഫ്രെയിമിൽ ഇവർ എന്തൊക്കെ കാര്യങ്ങളാണോ സ്വയം മനസ്സിലാക്കിയെടുക്കുന്നത്, അതാണ് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ വരുന്നത്. 1 minute. See, autonomous development level. At this level, learners take charge of their own learning. ലൈക്ക് ഇത് ഓട്ടോണമസ് ഡെവലപ്മെന്റ് പല ലെവലിൽ ഹാപ്പൻ ചെയ്യാം. ചിലപ്പോൾ അത് സ്കൂൾ എഡ്യൂക്കേഷന് മുമ്പാകാം, അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷനോ പാരലലി ആകാം, അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷനോ ഹയർ എഡ്യൂക്കേഷനോ ഒക്കെ പാരലലി ആകാം. ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് എൻവയോൺമെന്റ് അല്ലാതെ സ്റ്റുഡന്റ് ഗെയിൻ ചെയ്തെടുക്കുന്ന എല്ലാ രീതിയിലുള്ള നോളജും ഓട്ടോണമസ് ഡെവലപ്മെന്റ് ഭാഗമാണ്. ബിക്കോസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ ചെയ്യും. നമ്മുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളായിട്ട് ചെയ്യുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിന്നും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. ആ മനസ്സിലാക്കിയെടുക്കുന്ന ഓരോ നോളജും ഒരു ടീച്ചിങ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടതല്ല, നമ്മളായിട്ട് ലേൺ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അവയെല്ലാം ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവലിന്റെ ഭാഗമാണ്. ഇത് വേണമെങ്കിൽ കാഷ്വൽ ലെവലിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡേ ടു ഡേ ആസ്പെക്റ്റിനെ ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളായിട്ട് ഇന്റൻഷനലി ഒരു സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് പറയുകയാണെങ്കിലും അവിടെയും നമുക്ക് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ പറയാൻ സാധിക്കും. ഓക്കെ, സോ അറ്റ് ദിസ് ലെവൽ ലേണേഴ്സ് ടേക്ക് ചാർജ് ഓഫ് ദെയർ ഓൺ ലേണിംഗ്. ലേണർ ലേൺ ബൈ ഹിം ഓർ ഹെർ സെൽഫ്. ആ ഒരു ലെവലാണ് ഇവിടെ വരുന്നത്. ദേ ആർ സെൽഫ് ഡയറക്റ്റഡ്, സെറ്റിംഗ് ഗോൾസ് ആൻഡ് ആക്റ്റീവ്ലി സീക്കിംഗ് വേസ് ടു അച്ചീവ് ദം. അവരായിട്ട് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അവരായിട്ട് തന്നെ എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതും ഏതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളതും അവർ സ്വയം തീരുമാനിക്കുകയാണെങ്കിൽ അതെല്ലാം ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവലിന്റെ ഭാഗമായിട്ട് പറയാം. ഇവിടെ ടീച്ചറുടെ റോൾ ഉണ്ടോ? ടീച്ചറുടെ റോൾ ഇല്ല, നെഗറ്റീവ് ആണെന്ന് പറയും. ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് ആണെന്ന് പറയും. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇറ്റ് ഈസ് ലൈക്ക് ഒരു സ്റ്റുഡന്റ്, ഒരു ചെറിയ കുട്ടിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹം ക്ലാസ് റൂം എൻവയോൺമെന്റ് അല്ലാതെ മനസ്സിലാക്കിയെടുക്കുന്ന എല്ലാ നോളജും ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവലിലാണ്. ഇനി ഒരു ഹയർ എഡ്യൂക്കേഷനുള്ള സ്റ്റുഡന്റ് ആയാൽ പോലും ഓട്ടോണമസ് ഡെവലപ്മെന്റ് ഈസ് ദയർ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവർ സെൽഫ് ഡയറക്റ്റഡ് ആയിട്ട് ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ അവയൊക്കെ ഓട്ടോണമസ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. ദെൻ ലേണിംഗ് മെത്തേഡ്സ്, പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്, ടീച്ചിങ് മെത്തേഡ്സ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ ഓട്ടോണമസ് ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ അത് ദാറ്റ് ക്യാൻ ഹാപ്പൻ നാച്ചുറലി. അതിനുവേണ്ടി ഒരു മെത്തേഡിന്റെ ആവശ്യമില്ല. ഇനി മെത്തേഡ്സ് അവിടെ മാച്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രോജക്ട്സ് സംഭവിക്കുന്നത് എന്താ, ഇവരായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇവരായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോണമസ് ആണ്. അതേപോലെ സെൽഫ് ഡയറക്റ്റഡ് റിസർച്ച്, സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുന്നു, ഒരു ഏരിയയെ പറ്റി സ്വന്തമായിട്ട് ഒരു ഇൻഡിപെൻഡൻസ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നു, അവിടെയൊക്കെ എന്താണ്, ഓട്ടോണമസ് ആണ്. അതേപോലെ പോർട്ട്ഫോളിയോ ഡെവലപ്മെന്റ്, ക്രിയേറ്റിംഗ് പോർട്ട്ഫോളിയോസ് ടു ഷോർട്ട് കേസ് ഇൻഡിവിജ്വൽ ലേണിംഗ് ജേർണീസ് ആൻഡ് അച്ചീവ്മെന്റ്സ്. ഇവരുടെ ലേണിംഗ് എന്തൊക്കെയാണ്, ഇവരുടെ അച്ചീവ്മെന്റ് എന്തൊക്കെയാണ് കാണിക്കാനുള്ള പല ശ്രമങ്ങൾ. അതിനുവേണ്ടി അവരുടേതായ പോർട്ട്ഫോളിയോസ് ഡെവലപ്പ് ചെയ്യുന്നു, ഡിഫറെന്റ് കോഴ്സുകൾ അവരായിട്ട് ചെയ്യുന്നു, ഡിഫറെന്റ് അച്ചീവ്മെന്റ്സ് അവരായിട്ട് നേടിയെടുക്കുന്നു. ഇതെല്ലാം എന്തിനായിരിക്കും, ഇതൊരു പോർട്ട്ഫോളിയോ കൺസെപ്റ്റ് ആണ്. അവരുടെ നേട്ടങ്ങൾ കാണിക്കാനുള്ള ഒരു ഷോക്കേസിങ്ങുള്ള ഒരു വേദിയാക്കി മാറ്റാം. അതെല്ലാം എന്താണ്, യഥാർത്ഥത്തിൽ ഒരു ലേണിംഗ് മെത്തേഡ് തന്നെയാണ്. ഓക്കെ, സോ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ഓട്ടോണമസ് ലേണിംഗ്. ഓക്കെ, ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവലിന്റെ ഭാഗമായിട്ട് പറയാം. ദെൻ അഡ്വാൻറ്റേജസ്, ഫോസ്റ്റർ ഇൻഡിപെൻഡൻസ് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്. ഇൻഡിപെൻഡൻസ് ആണ്, നമുക്ക് അവിടെ ഒരു ഓട്ടോണമി ഇസ് ദെയർ. ദെൻ ടൈലേർഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ നീഡ്സ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അതാണ് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ വരുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ റിക്വയർസ് ഹൈ ലെവൽ ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഡിസിപ്ലിൻ. ഇപ്പോൾ ഒരു ഹയർ ഓർഡർ ലേണിംഗിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റ് ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ഹൈ ലെവൽ മോട്ടിവേഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ അതിൽ പിടിച്ചു നിൽക്കുക. ദെൻ ഇറ്റ് ക്യാൻ ബി ചാലഞ്ചിങ് ടു ഇംപ്ലിമെന്റ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ്. നമുക്ക് ഈ പറയുന്ന ഓട്ടോണമസ് ഡെവലപ്മെന്റ് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ സെറ്റപ്പിനകത്ത് കൊണ്ടുവരാൻ സാധിക്കില്ല. അത് ഈസി അല്ല. അത് നോർമലി ഹാപ്പൻ ചെയ്യുന്നത് ഓട്ടോണമസ് ആയിട്ട് തന്നെയാണ്. നമ്മളുടെ ലക്ഷ്യം ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിനനുസരിച്ച് പഠിച്ചെടുക്കുന്ന രീതിയാണ് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ വരുന്നത്. സോ 4 ലെവലുകൾ ഏതെങ്കിലും ക്ലിയർ ആവാതെ ഉണ്ടോ? ഈ 4 ലെവലുകളിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശരി, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാലോ. ഓക്കെ, ഇൻ സമ്മറി യു ക്യാൻ സി വാട്ട് ഈസ് മെമ്മറി ലെവൽ. ഫോക്കസ് എന്ന് പറയുന്നത് റീകോൾ ആണ്. അഡ്വാൻറ്റേജസ് ഇൻക്ലൂഡ് ക്വിക്ക് അക്വിസിഷൻ, ബട്ട് ഡിസഡ്വാൻറ്റേജ് ഇൻക്ലൂഡ് ലിമിറ്റഡ് ആപ്ലിക്കേഷൻ. ഇവിടെ എന്തിനു വേണ്ടിയായിരിക്കും, പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കുക, കാണാപ്പാഠം പഠിക്കുക, കൺസെപ്റ്റ് എന്താണോ, ഫാക്ട് എന്താണോ അതേപടി തന്നെ ഗ്രഹിക്കുക. ഇതൊക്കെയാണ് മെമ്മറി ലെവൽ വരുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് ലെവലാണെങ്കിൽ കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യുക, അതേപോലെ കണക്ഷൻസ്, ഓക്കെ, നമ്മുടെ നോളജിനെ പല പ്രീവിയസ് എക്സിസ്റ്റിംഗ് നോളജുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കുക, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. ഇതൊക്കെയാണ് അണ്ടർസ്റ്റാൻഡിംഗിൽ വരുന്നത്. ദെൻ റിഫ്ലക്റ്റീവ് ആകുമ്പോൾ ഹയർ ഓർഡർ തിങ്കിങ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ ഓട്ടോണമസ് ലെവൽ സെൽഫ് ഡ്രിവൺ ആയിട്ടുള്ള ലേണിംഗ്. ഓക്കെ, സോ യു ക്യാൻ സി ദി PYQs. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഏരിയ ആണ്. നമ്മൾ നോക്കുമ്പോൾ വളരെ ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് 2 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ തന്നെ, ജനറൽ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ തന്നെ യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് എ മിനിമം ഓഫ് 20 ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്ക് 81 സബ്ജക്റ്റുകളുണ്ടല്ലോ. ഈ സബ്ജക്റ്റുകളുടെ കോമ്പിനേഷനിൽ എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് അറൌണ്ട് 20 ക്വസ്റ്റ്യൻസ്, മോർ ദാൻ 20 എന്ന് തന്നെ പറയാം. അത്രയും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത്. ഓക്കെ, ക്യാൻ സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in which level of teaching promotion of critical thinking is the hallmark. ക്രിട്ടിക്കൽ തിങ്കിങ് ഏത് ലെവലിന്റെ ഹോൾമാർക്ക് ആണ്? ജസ്റ്റ് നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്തു വേഗം. സോ നമുക്കൊന്ന് അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാം. റൈറ്റ്, ഓപ്ഷൻ സി. ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. റിഫ്ലക്റ്റീവ് ലെവൽ. സോ യു ക്യാൻ സീ ഇറ്റ് ഹിയർ. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കൺസെപ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഫർദർ റീഡിങ്ങിന് വേണ്ടി ഞാൻ ആഡ് ചെയ്തിരിക്കുന്നതാണ്. റിപ്പീറ്റ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫർദർ റീഡിങ് ഇതിനകത്ത് നടത്താം. ആൻഡ് എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചർ? സ്റ്റുഡൻസ് ആർ എൻകറേജ് ടു engage in higher order thinking skills such as analysis, synthesis and evaluation. ഇതെല്ലാം ആ സ്റ്റേജിൽ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, given below are 2 statements. Statement 1, the objective of memory level teaching is to develop rational and critical thinking among students. Statement 2, the objective of reflective level of teaching is the ability to develop independent thinking and decision making among students. What do you think? ഇതിൽ ഏതൊക്കെയാണ് ശരി എന്ന് പറഞ്ഞാൽ?
ഏതാണ് റൈറ്റ് ആൻസർ? സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 രണ്ടും ശരിയാണോ? ഓക്കെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? ദി ഒബ്ജക്റ്റീവ് ഓഫ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ഈസ് ടു ഡെവലപ്പ് റാഷണൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ എവിടെയാണ് പെടുത്തിയിരിക്കുന്നത്? അത് ഓർത്താൽ മതി. റാഷണൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് ഒരിക്കലും മെമ്മറി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ പെടുത്തണ്ട. നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെ കണക്ഷൻസ് മാത്രമേ വരുന്നു എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, ക്രിട്ടിക്കൽ എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കണക്ഷൻസ് മാത്രമേ ഉള്ളൂ. അത് വരുന്നത് എപ്പോഴും റിഫ്ലക്റ്റീവ് ലെവലിലാണ്. ഓക്കെ, സോ യു ക്യാൻ സി മെമ്മറി ലെവൽ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. വാട്ട് അബൌട്ട് ദി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്? ദി ഒബ്ജക്റ്റീവ് ഓഫ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ഈസ് ദി എബിലിറ്റി ടു ഡെവലപ്പ് ഇൻഡിപെൻഡന്റ് തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അമംഗ് സ്റ്റുഡൻസ്. ദാറ്റ് ഈസ് ട്രൂ. ഇൻഡിപെൻഡൻസി, ആ ഒരു ഇൻഡിപെൻഡന്റ് തിങ്കിങ്ങും ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളത് റിഫ്ലക്റ്റീവ് ലെവലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ, ബട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അതിന്റെ എക്സ്പ്ലനേഷനും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നൗ ലെറ്റ് മി മൂവ് ഓൺ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ് ദി മെയിൻ ഫോക്കസ് ഈസ് ലെയ്ഡ് ഓൺ ക്യാപ്ചറിങ് ആൻഡ് സിസ്റ്റമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ? ഏത് ലെവലിലാണ് ആ ഒരു ഡേറ്റ ക്യാപ്ചറിങ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷനും ഐഡിയാസും ക്യാപ്ചർ ചെയ്തെടുക്കുക, അതേപോലെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ടീച്ചറുടെ ഭാഗത്ത്? ഇത് രണ്ടും വരുന്ന ഏത് ലെവലുമായി ബന്ധപ്പെട്ടാണ്? അണ്ടർസ്റ്റാൻഡിങ് അഗെയിൻ. ഇനി നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്യാപ്ചറിങ് മീൻസ് ആ ഒരു കൺസെപ്റ്റ് അതേപോലെ തന്നെ മനസ്സിലാക്കിയെടുക്കുക, റൈറ്റ്? അതല്ലേ ഉദ്ദേശിക്കുന്നത്? ക്യാപ്ചർ ചെയ്തെടുക്കുക, ഇത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുക. ആൻഡ് സിസ്റ്റമാറ്റിക് പ്രസന്റേഷൻ ഇസ് റിക്വയർഡ് വെൻ ഇറ്റ് കംസ് ടു മെമ്മറി ലെവൽ ടീച്ചിങ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർക്കാണ് അവിടെ പെർമനൻസ്. ടീച്ചർ അത് എന്താണ് പഠിപ്പിക്കേണ്ടതെന്നും എങ്ങനെ അത് അവതരിപ്പിക്കണം, ഏത് ഇൻഫർമേഷൻ ആദ്യം കൊടുക്കണം, ഏതാണ് രണ്ടാമത് കൊടുക്കേണ്ടത്, ഏതാണ് സ്റ്റുഡന്റ് പഠിക്കേണ്ടത്, ഇതിന് പൂർണ്ണമായിട്ടും ആർക്ക് റോളുണ്ട്? ടീച്ചർക്ക് പെർമനൻസ് ഉണ്ട്. സോ ആ ഒരു ഏരിയയുമായി കണക്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഈ പറയുന്ന ക്യാപ്ചറിങ് ആയാലും സിസ്റ്റമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഐഡിയാസ് ആയാലും അത് രണ്ടും ഉണ്ടായിരിക്കേണ്ട ഏത് ലെവലിലാണ്? ബേസിക് ലെവലിലാണ്, മെമ്മറി ലെവലിലാണ് ഇത് രണ്ടും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഓക്കെ, ഒന്ന് ഓർത്തേക്കണം കേട്ടോ, മെമ്മറി ലെവലിലാണ് അത് വരുന്നത്, ബിക്കോസ് ബേസിക് ലെവലാണ്. ദെൻ അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ലെവൽ ഓഫ് ടീച്ചിങ് lays stress on critical shifting of ideas of the, there is some mistake, right? Which of the following level of teaching lays stress on critical shifting of ideas at the highest cognitive level? ഏറ്റവും ഹയസ്റ്റ് കോഗ്നിറ്റീവ് ലെവലിലേക്ക് ചിന്തകൾ മാറ്റുന്ന ആ ഒരു ടീച്ചിങ് ലെവൽ ഏതാണ്? മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ ആൻഡ് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ. നോട്ട് ഗോ ഫോർ ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ കേട്ടോ. നിങ്ങൾ അങ്ങനത്തെ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവലിൽ പോകരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ് കൺസെപ്റ്റ്? അത് പല ലെവലിലാകാം, സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും ഒരു ടീച്ചിങ് ലെവൽ അല്ല. യു നീഡ് ടു റിമെമ്പർ, അതൊരു ലേണിംഗ് ലെവലാണ്. നമ്മളവിടെ കണക്ട് ചെയ്ത് പറഞ്ഞു മാത്രം സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്ന രീതി അതെപ്പോഴും ലേണിംഗ് ലെവലിലാണ് വരുന്നത്, ടീച്ചിങ് ലെവലിലല്ല. ടീച്ചിങ് ലെവൽ എന്ന് പറയുമ്പോൾ 3 ലെവലുകളാണുള്ളത്: മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ. ഇതെവിടെയാണ് വരുന്നത്? അവരുടെ ചിന്തകളെ ഷിഫ്റ്റ് ചെയ്യുക, മാറ്റങ്ങൾ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു റിഫ്ലക്റ്റീവ് ലെവൽ. അവര് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഇരുന്ന് ചിന്തിക്കുക എന്നാണ്. കോഗ്നിറ്റീവ് ലെവലിന്റെ ഹയസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിച്ചുകൊണ്ട് അവരുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് നോളജിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, അതൊക്കെ റിഫ്ലക്റ്റീവ് ലെവലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ അത്രയും ഒന്നും ഇവർ ചിന്തിക്കില്ല. നിങ്ങൾ ഓർക്കണം, അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ സംഭവിക്കുന്നത് എന്താ? അവർക്ക് ആ ഒരു ഫാക്ട് മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചർ പോസിറ്റീവ് എക്സാമ്പിൾസ് പറയുന്നു, നെഗറ്റീവ് എക്സാമ്പിൾസ് പറയുന്നു, അത് തമ്മിൽ അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻസ് പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് സ്റ്റുഡൻസ് എന്താ കിട്ടുന്നത്? ശരിക്കും
ഒരു ഡേറ്റ, ഒരു നോളജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കണക്ഷൻസ് കിട്ടും. ഇത് മറ്റേതുമായി റിലേറ്റഡ് ആണ്, ആൻഡ് ദിസ് വൺ ഈസ് റിലേറ്റഡ് ടു ദ അനദർ. അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ള കാര്യം മാത്രമേ ഏതിൽ വരുന്നുള്ളൂ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ വരുന്നുള്ളൂ. ആൻഡ് തിങ്കിങ് ഓഫ് ഹയർ ഓർഡർ, ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു റിഫ്ലക്റ്റീവ് ലെവൽ. ഓക്കെ, അങ്ങനെ ഒന്ന് ഓർക്കുക. ദെൻ അടുത്തത്, വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ് ഈസ് ഓൾസോ ഡെസിഗ്നേറ്റഡ് ആസ് എക്സ്പ്ലോറേറ്ററി അണ്ടർസ്റ്റാൻഡിംഗ്? എക്സ്പ്ലോറേറ്ററി അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വിളിക്കുന്നത് ഏത് ലെവലിനെയാണ്? ഓക്കെ, എക്സ്പ്ലോറേറ്ററി ഒരു കൺസെപ്റ്റ് അവര് കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, എക്സ്പ്ലോർ ചെയ്യാണ്, റൈറ്റ്? എക്സ്പ്ലോറേറ്ററി അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങൾ വീണ്ടും ഓർക്കുക, ലെവൽ ഓഫ് ടീച്ചിങ് ആണ്, ലേണിംഗ് അല്ല. സോ ഡോണ്ട് ടെൽ മീ ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ. എന്തുകൊണ്ടാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താ? വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ് ലെവലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരിക്കലും ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവലിനെ പറ്റി ചിന്തിക്കരുത്. അങ്ങനെ ഒരു ലെവലുണ്ട്, പക്ഷെ അത് ടീച്ചിങ് ലെവലിന്റെ ഭാഗമല്ല. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ലെവലിനെ പറ്റി പറയുകയാണെങ്കിൽ ഓക്കെ. ഓക്കെ, ക്വസ്റ്റ്യനിൽ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ലെവലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ലേണിംഗ് ലെവലിനെ പറ്റി എംഫസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റുഡന്റ് ലേൺ ചെയ്തെടുക്കുന്ന, അവർ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവലാണ്. ഓക്കെ, അവിടെ പഠനം ഹാപ്പൻ ചെയ്യണമെങ്കിൽ മറ്റ് ലെവലുകളുടെ നോളജ് വേണം. അത് ക്രിട്ടിക്കൽ തിങ്കിങ് ഹാപ്പൻ ചെയ്യണമെങ്കിൽ റിഫ്ലക്റ്റീവ് ലെവൽ അച്ചീവ് ചെയ്ത ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. അതേസമയം ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാതെയും ഓട്ടോണമസ് ഡെവലപ്മെന്റ് ഹാപ്പൻ ചെയ്യും. ഒരു കുട്ടി വഴിയിലൂടെ നടന്ന്, ഇപ്പൊ ചെറിയൊരു കുട്ടി വഴിയിലൂടെ 4 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവലിന്റെ ഭാഗമാണ്. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് എല്ലാം ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവലിൽ ഹാപ്പൻ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഏരിയയുമായി കണക്ട് ചെയ്ത് ഒരിക്കലും ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ പറയരുത്. അത് ഹയർ ലെവലിലും ആകാം, ലോവർ ലെവലിലും ആകാം. അപ്പോൾ നമ്മൾ ഈ ഹയർ ലെവൽ, ലോവർ ലെവൽ ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യേണ്ടത് ആദ്യത്തെ 3 ലെവലുകളാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് റിഫ്ലക്റ്റീവ് ലെവൽ. എക്സ്പ്ലോറേറ്ററി കൺസെപ്റ്റ് വരുന്നത് റിഫ്ലക്റ്റീവ് ലെവലാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് ഹാപ്പൻ ചെയ്യുന്നു, അത് തന്നെയാണ് അതിനുള്ള റീസൺ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, ടീച്ചിങ് അറ്റ് ദി അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഇൻവോൾവ്സ് encouraging students to think critically and reflect on their learning experience. Second, teaching at a memory level involves rote memorization and does not encourage critical thinking. എന്ത് തോന്നുന്നു? Option B. ഓക്കെ, ഓപ്ഷൻ ഡി. എല്ലാവർക്കും ഓപ്ഷൻ ഡി ആണ്. ഫൈൻ, കൺസെപ്റ്റ് കിട്ടിയല്ലോ. ഇത് വരുന്ന എവിടെയാണ്? ടീച്ചിങ് അറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഇൻവോൾവ്സ് എൻകറേജ് സ്റ്റുഡൻസ് ടു തിങ്ക് ക്രിട്ടിക്കലി ആൻഡ് റിഫ്ലക്റ്റ് ഓൺ ദെയർ ലേണിംഗ് എക്സ്പീരിയൻസ്. അവർ പഠിച്ച കാര്യങ്ങളെ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും ഏതുമായി ബന്ധപ്പെട്ടാണ്? അത് റിഫ്ലക്റ്റീവ് ലെവലാണ്. സോ അത് നമുക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ പെടുത്താൻ പറ്റില്ല. സോ ദിസ് ഓപ്ഷൻ ഈസ് റോങ്. സെക്കൻഡ് വൺ, ടീച്ചിങ് അറ്റ് മെമ്മറി ലെവൽ ഇൻവോൾവ്സ് റോട്ട് മെമ്മറൈസേഷൻ, ദാറ്റ് ഈസ് ട്രൂ, ആൻഡ് ഡസ് നോട്ട് എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാം. ലെവൽസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. കണ്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കി, ലെവൽസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഈസ് ദെയർ. അവിടെയാണ് ലേണിംഗ് ലെവലിനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ അവിടെ ഉള്ളത്. ദെൻ മെയിൻ ഫീച്ചർ, അതൊന്ന് മാച്ച് ചെയ്യാൻ നോക്കി. ഓക്കെ, ഓപ്ഷൻ സി. എല്ലാവരും ഓപ്ഷൻ സി ആണ്. ഫൈൻ. സോ ഓപ്ഷൻ സി പറയുന്നത് 2A2 ആണ്. ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഇറ്റ് lays stress on importance of students feeling and minimizes value of hard thinking. അവരുടെ ഫീലിംഗ് മീൻസ് അവർക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ. ഓക്കെ, സ്റ്റുഡൻസിന്റെ ഫീലിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അവിടെ ഹാർഡ് തിങ്കിങ്ങിനൊന്നുമില്ല.
ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്താണോ വേണ്ടത് അതിനെപ്പറ്റിയാണ് അവർ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ, സെക്കൻഡ് ഓപ്ഷൻ, ദാറ്റ് ഈസ് ട്രൂ. മെമ്മറി ലെവൽ എന്ന് പറയുന്നത് തോട്ട്ലെസ് ആണ്. നമ്മൾ വീണ്ടും 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 പറഞ്ഞതാണ്. സോ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി തോട്ട്ലെസ്. ദെൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുമ്പോൾ ഇറ്റ് എംഫസൈസസ് ഓൺ സീയിങ് റിലേഷൻഷിപ്പ്. ഇതാണ് നിങ്ങൾ ഓർക്കേണ്ട വേർഡ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പിൾസ് ആൻഡ് സോളിറ്ററി ഫാക്ട്സ്. ആൻഡ് റിഫ്ലെക്റ്റീവ് ലെവൽ, ഇറ്റ് ഈസ് എ പ്രോബ്ലം സെൻറ്റേർഡ് ആൻഡ് റിക്വയർസ് ഓൺ ദി പാർട്ട് ഓഫ് ലേണേഴ്സ് മോർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ലേണറുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഇമാജിനേഷനും കൂടുതൽ ക്രിയേറ്റീവ്നെസ്സും ഉണ്ടായിരിക്കേണ്ട സ്റ്റേജാണ് റിഫ്ലെക്റ്റീവ് ലെവൽ. So you got it right. Option C is the right answer. So രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ്. ആൻഡ് രണ്ട് ടോപ്പിക്കുകളും വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോകാമല്ലോ അങ്ങനെയാണെങ്കിൽ. യെസ്, ഫൈൻ. ഡൗട്ട് എന്തെങ്കിലും കൂടെ പറഞ്ഞു കേട്ടോ. മൂന്നാമത്തെ ടോപ്പിക് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. കുറച്ച് കൺസെപ്റ്റുകൾ കൂടി നമുക്ക് ഈ ഏരിയയിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ആ കൺസെപ്റ്റുകളിലേക്ക് പോകാം. സി, ഫസ്റ്റ് എയിം ഓഫ് ടീച്ചിങ്. നമുക്ക് ടീച്ചിങ്ങിന്റെ എയിമിനെ നമുക്ക് 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടീച്ചിങ് വഴി എന്താണ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്? ഒന്ന്, ടീച്ചിങ് ആണ്. ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേമുകളുടെ മീനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ബ്രിങ് ചേഞ്ചസ് ഇൻ ദി ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന്റെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ടീച്ചിങ് വേർഡിന്റെ മീനിങ്. ദെൻ കണ്ടീഷനിങ് ആണെങ്കിൽ ടു ഇംപ്രൂവ് ദി ലേണിംഗ് സ്കിൽസ് ഓഫ് സ്റ്റുഡൻസ്. അവരുടെ ലേണിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടീഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രെയിനിങ് ആണെങ്കിൽ ട്രെയിനിങ് മീൻസ് ഷേപ്പിംഗ് ദി ബിഹേവിയർ ആൻഡ് കണ്ടക്ട്. അവരുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരണം, അതോടൊപ്പം തന്നെ അവരുടെ കണ്ടക്ട് ബെറ്റർ ആക്കുക. ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യുക, കണ്ടക്ട് ഇംപ്രൂവ് ചെയ്യുക, ഇതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻസ്ട്രക്ഷൻ മീൻസ് അക്വിസിഷൻ ഓഫ് നോളജ്. നോളജ് അക്വിസിഷനെ പറ്റിയാണ് നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് പറയുന്നത്. ദെൻ ഇൻഡോക്ട്രിനേഷൻ, അതൊരു ബിലീഫ് അക്യൂർ ചെയ്യുക. ലൈക്ക് ഇപ്പോൾ റിലീജിയനൊക്കെ ആളുകളിലേക്ക് കൊണ്ടുവരുന്നതിനെ ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയും. അതായത് ബിലീഫ് അവരിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് ഇൻഡോക്ട്രിനേഷൻ. ഓക്കെ, സോ ഈ 5 ടേമുകളാണ് നമുക്ക് ഈ ടീച്ചിങ്ങിന്റെ എയിമായിട്ട് പറയാവുന്നത്. സോ ടീച്ചിങ്, ദാറ്റ് മീൻസ് ബ്രിങ്ങിങ് ചേഞ്ചസ് ഇൻ ദി ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന്റെ ബിഹേവിയറിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്നത്. കണ്ടീഷനിങ്, ഇംപ്രൂവ് ലേണിംഗ് സ്കിൽസ് ഓഫ് സ്റ്റുഡൻസ്. ട്രെയിനിങ്, ഷേപ്പിംഗ് ബിഹേവിയർ ആൻഡ് കണ്ടക്ട്. ദെൻ ഇൻസ്ട്രക്ഷൻ മീൻസ് acquisition of knowledge. Indoctrination, formation of belief. Now, objectives of teaching. Main objectives of teaching are as follows. First, to bring desired changes in people. അതായത് എയിം ഓഫ് ടീച്ചിങ് എന്തായിരുന്നു? സെയിം തന്നെയാണ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, സോ ടീച്ചിങ്ങിന്റെ എയിം ആയിട്ട് നമ്മൾ പറഞ്ഞത് ടീച്ചിങ് ആണ്. അതായത് ബ്രിങ് ചേഞ്ചസ് ഇൻ ദി ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ്. അത് തന്നെയാണ് പറയുന്നത് ടു ബ്രിങ് ഡിസൈഡ് ചേഞ്ചസ് ഇൻ പീപ്പിൾ. കുട്ടികളിൽ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരിക. രണ്ടാമതായിട്ട് ടു ഷേപ്പ് ബിഹേവിയർ ആൻഡ് കണ്ടക്ട്. ഇതെന്തായിരുന്നു? ടു ഷേപ്പ് ബിഹേവിയർ ആൻഡ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ട്രെയിനിങ്. ഓക്കെ, ദെൻ അക്വിസിഷൻ ഓഫ് നോളജ്, ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്ട്രക്ഷൻ. ആൻഡ് ഇംപ്രൂവ് ലേണിംഗ് സ്കിൽസ് ഓഫ് സ്റ്റുഡൻസ്. ലേണിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കണ്ടീഷനിങ് ആണ്. ആൻഡ് ഫോർമേഷൻ ഓഫ് ബിലീഫ്, ദാറ്റ് ഈസ് ഇൻഡോക്ട്രിനേഷൻ. ഓക്കെ, സോ ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് നമുക്ക് എയിമായിട്ട് പറയാവുന്നത്. ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും. ആൻഡ് ഓൾ ടുഗദർ ടു പ്രൊവൈഡ് എ സോഷ്യൽ ആൻഡ് എഫിഷ്യന്റ് മെമ്പർ ടു ദി സൊസൈറ്റി. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ബെറ്റർ ഇൻഡിവിജ്വലിനെ സൊസൈറ്റിക്ക് നൽകുക എന്നുള്ളതാണ് ടീച്ചിങ്ങിന്റെ എയിം. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്. ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഒന്ന് ഓൾ ദി 3 വേരിയബിൾസ്. അതായത് 3 വേരിയബിൾസ് ആണുള്ളത്. വൺ ഈസ് ഡിപ്പെൻഡന്റ് വേരിയബിൾ, സെക്കൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് തേർഡ് വൺ ഈസ് ഇന്റർവീനിങ് വേരിയബിൾ. ഡിപ്പെൻഡന്റ് വേരിയബിൾ ആരാണ്? സ്റ്റുഡന്റ് ആണ്. ഡിപ്പെൻഡന്റ് ടീച്ചിങ്ങിനകത്ത് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് ദി ടീച്ചർ. ഇന്റർവീനിങ് വേരിയബിൾസ് ആണ് അദ്ദേഹം ഉപയോഗിക്കുന്ന ടീച്ചിങ് മെത്തേഡ്സ്. ഓക്കെ, സോ ഇത് 3ഉം ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡന്റ്, ടീച്ചർ ആൻഡ് ദി മെത്തേഡ്സ് ദി ടീച്ചർ യൂസ്. ടീച്ചിങ് മെത്തേഡ്സ്, ഇത് 3 ടീച്ചിങ്ങിന്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് യൂസ്ഡ്, ദെൻ ടീച്ചർ അഡ്മിനിസ്ട്രേഷൻ റിലേഷൻഷിപ്പ്. ലൈക്ക് സ്കൂൾ ആണെങ്കിൽ അല്ലെങ്കിൽ കോളേജ് ആണെങ്കിൽ ടീച്ചറും കോളേജും തമ്മിലുള്ള റിലേഷൻഷിപ്പും ടീച്ചിങ്ങിന്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യാം. അതേപോലെ സോഷ്യൽ എൻവയോൺമെന്റ്, ഇതെല്ലാം ഓൾ ദീസ് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്. ജസ്റ്റ് മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രം. നൗ ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഇത് ഓർക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ക്വാളിറ്റി ഓഫ് ടീച്ചിങ്.
ടീച്ചിങ് ക്വാളിറ്റി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഫാക്ടേഴ്സ്. ഒന്ന്, സ്റ്റുഡൻസിന്റെ എൻഗേജ്മെന്റ്. സ്റ്റുഡൻസ് ആക്റ്റീവ്ലി എൻഗേജ്ഡ് ആണെങ്കിൽ ടീച്ചിങ് ക്വാളിറ്റി ഇസ് ഗുഡ്. അതേപോലെ ക്ലാരിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ, വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലാസ് റൂമിലുണ്ട്. അങ്ങനെയാണെങ്കിലും ടീച്ചിങ് എഫക്റ്റീവ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ എഫക്റ്റീവ് ക്ലാസ് റൂം മാനേജ്മെന്റ്, അലൈൻമെന്റ് വിത്ത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് പൂർണ്ണമായിട്ടും ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആ ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? എന്താണോ അവർ പഠിക്കാൻ ഉദ്ദേശിച്ചത് അത് അവരിലേക്ക് എത്തുന്നുണ്ട്. സോ ദി ക്ലാസ് റൂം ഈസ് എഫക്റ്റീവ്, ടീച്ചിങ് ക്വാളിറ്റി ഈസ് ഗുഡ്. ദെൻ അസസ്മെന്റ് ആൻഡ് ഫീഡ്ബാക്ക്, പ്രോപ്പർ അസസ്മെന്റ് മെക്കാനിസം, പ്രോപ്പർ ഫീഡ്ബാക്ക് മെക്കാനിസം, അതെല്ലാം ഉണ്ടെങ്കിൽ ക്വാളിറ്റി നമുക്ക് അഷ്വർ ചെയ്യാം. ദെൻ അഡാപ്റ്റബിലിറ്റി, സ്റ്റുഡന്റിന്റെ നീഡിനനുസരിച്ച് ക്ലാസ്സുകൾ എടുക്കാനുള്ള എബിലിറ്റിയാണ് അഡാപ്റ്റബിലിറ്റി. ടീച്ചർ സ്റ്റുഡന്റ് ഏത് ടൈപ്പ് ഓഫ് ലേണർ ആണെന്ന് മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു അഡാപ്റ്റീവ് ക്ലാസ് ആണ്. ദെൻ ഇൻക്ലൂസിവിറ്റി, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നു. കുറച്ച് പേർക്ക് വേണ്ടി മാത്രം ക്ലാസ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ ക്വാളിറ്റി, ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് ക്ലാസ്, റൈറ്റ്? ക്വാളിറ്റി ഉണ്ടാകണമെങ്കിൽ എല്ലാവരും അതിന്റെ ഭാഗമാകണം. സോ ദാറ്റ് ഈസ് അഗെയിൻ ഒരു ടീച്ചിങ് ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന മറ്റൊരു ഫാക്ടറായിട്ട് പറയാം. ദെൻ പാഷൻ ആൻഡ് എന്തൂസിയാസം, ടീച്ചർക്ക് ആ സബ്ജക്റ്റിനോടുള്ള പാഷൻ, ടീച്ചർക്ക് ആ സബ്ജക്റ്റിനെ പറ്റിയുള്ള പാഷനും അതോടൊപ്പം അദ്ദേഹം കാണിക്കുന്ന ക്ലാസ് റൂമിൽ കാണിക്കുന്ന എന്തൂസിയാസവും ടീച്ചിങ് ക്വാളിറ്റി അഫക്റ്റ് ചെയ്യും. ദെൻ ടെക്നോളജി ഇന്റഗ്രേഷൻ, യൂസ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്നോളജീസ്, റൈറ്റ്? അതൊക്കെ ഉപയോഗിക്കുന്ന എത്രമാത്രമുണ്ട് അത് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ സ്റ്റുഡൻസ് ഔട്ട്കം, സ്റ്റുഡന്റ് ഔട്ട്കം എത്രമാത്രം അച്ചീവ് ചെയ്യുന്നുണ്ട്, ലേണിംഗ് ഔട്ട്കമിനെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ സ്റ്റുഡന്റ് ഔട്ട്കം അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ടീച്ചിങ്ങിന്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യാവുന്ന ഫാക്ടറാണ്. ദെൻ റിഫ്ലക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, മീൻസ് എങ്ങനെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ ടീച്ചർ ഉൾക്കൊള്ളുന്നുണ്ട്, സ്റ്റുഡന്റ് ഭാഗത്തു നിന്നുള്ള സജഷൻസ് പ്രകാരം ടീച്ചറിൽ എന്തൊക്കെ റിഫ്ലക്ഷൻസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ആ ക്ലാസ് റൂമിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാം. ആൻഡ് ഫൈനലി ബൈ ദി ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്, സ്റ്റുഡന്റ് ക്ലാസ്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റി വെച്ചുകൊണ്ട് തന്നെ ടീച്ചറുടെ ക്വാളിറ്റി എത്രമാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ദീസ് ആർ ദി ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ക്വാളിറ്റി ഓഫ് ടീച്ചിങ്. ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ഡിറ്റർമിൻ ചെയ്യാവുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവയെല്ലാമാണ്. ജസ്റ്റ് ഒരു തവണ ഒന്ന് വായിച്ച് നോക്കിയേക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഇതേപടിയാണ് ചോദിക്കാറുണ്ട്. ഓക്കെ, നൗ മൂവിങ് ഓൺ, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ടീച്ചിങ്ങിനെ അല്ലെങ്കിൽ ക്ലാസ് റൂമിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ലെറ്റ്സ് സീ. ഫസ്റ്റ് ഈസ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്. Varying level of cognitive abilities can influence how quickly students grasp new concepts. അതായത് ഓരോ സ്റ്റുഡന്റിന്റെയും കോഗ്നിറ്റീവ് എബിലിറ്റി ഡിഫറെന്റ് ആണ്. ആ ഡിഫറെന്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് എബിലിറ്റി വെച്ചുകൊണ്ട് ഓരോ കുട്ടികളും എത്രമാത്രം കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ എത്രമാത്രം മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളതിനെ അഫക്റ്റ് ചെയ്യും. ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ് സച്ച് ആസ് വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക് പ്രിഫറൻസസ് അഫക്ട് ദി വേ സ്റ്റുഡൻസ് പ്രോസസ് ഇൻഫർമേഷൻ. അതായത് ചില സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് വിഷ്വൽ ലേണിംഗ്സ് ആയിരിക്കും, അവർക്ക് കാണുന്ന കാഴ്ചകളിലൂടെ ആയിരിക്കും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. ചില സ്റ്റുഡൻസ് ചിലപ്പോൾ ഓഡിറ്ററി ലേണേഴ്സ് ആയിരിക്കും, പറയുന്നത് കേൾക്കുന്നത് വഴി അവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. അല്ലെങ്കിൽ കൈനസ്തെറ്റിക് ആയിരിക്കും, മീൻസ് കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നതോടെ മനസ്സിലാക്കുന്നവരായിരിക്കും. സോ ഇതിൽ ഏതാണോ അവരുടെ ലേണിംഗ് പ്രിഫറൻസ് അതും അവരുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യും. സോ കോഗ്നിറ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് പറയാം. ലൈക്ക് അവരുടെ ലെവൽ ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആൻഡ് ദെയർ ലേണിംഗ് സ്റ്റൈൽസ്, ഇതൊക്കെ സ്റ്റുഡന്റിന്റെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. രണ്ടാമതായി പ്രയർ നോളജ്. സോ എക്സിസ്റ്റിംഗ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ഹൗ ന്യൂ ഇൻഫർമേഷൻ ഈസ് അണ്ടർസ്റ്റുഡ് ആൻഡ് ഇന്റഗ്രേറ്റഡ്. അവരുടെ കയ്യിലുള്ള പ്രീവിയസ് നോളജ് പുതിയ ഇൻഫർമേഷൻ അക്വയർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, ദെൻ ടീച്ചർ നീഡ് ടു ആക്സസ് ആൻഡ് ബിൽഡ് അപ്പോൺ സ്റ്റുഡൻസ് പ്രയർ നോളജ് ടു സ്കാൽഫോൾഡ് ലേണിംഗ് എഫിഷ്യൻലി. സോ പ്രയർ നോളജ് എത്രമാത്രം ഉണ്ട് സ്റ്റുഡൻ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ടീച്ചർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ. അത് അവരുടെ ലേണിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ദെൻ മോട്ടിവേഷൻ. Intrinsic and extrinsic motivation levels impact students' engagement in learning. Intrinsic എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നും എത്രമാത്രം മോട്ടിവേഷൻ ഉണ്ട്, ആൻഡ് എക്സ്ട്രിൻസിക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എത്രമാത്രം അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് മോട്ടിവേഷനും അവരുടെ സ്റ്റുഡന്റിന്റെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അണ്ടർസ്റ്റാൻഡിങ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആൻഡ് ഇൻകോർപ്പറേറ്റിംഗ് റെലവൻറ്റ് കണ്ടന്റ് ക്യാൻ എൻഹാൻസ് മോട്ടിവേഷൻ. ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ഏരിയ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള കണ്ടന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മോട്ടിവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ദെൻ ലേണിംഗ് സ്റ്റൈൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോഗ്നിറ്റീവ് എബിലിറ്റീസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ്. ദർ ആർ ഡിഫറെന്റ് ലേണിംഗ് പ്രിഫറൻസസ്. വിഷ്വൽ ലേണേഴ്സ് ആകാം, ഓഡിറ്ററി ലേണേഴ്സ് ആകാം, ദെൻ വെർബൽ ലേണേഴ്സ് ആകാം, ഒരു കൈനസ്തെറ്റിക് ലേണേഴ്സ് ആകാം. അങ്ങനെ പല തരത്തിലുള്ള ലേണേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ലേണിംഗ് സ്റ്റൈൽ ഏതാണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ ലേണിംഗ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതാണ് ലേണിംഗ് സ്റ്റൈൽസ് ഒരു ഇമ്പോർട്ടൻറ്റ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ അറ്റൻഷൻ സ്പാൻ. സോ
So individual attention spans vary, affecting the ability to focus on and retain information. ഓരോ സ്റ്റുഡൻറ്റും അവരുടെ അറ്റൻഷൻ എബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. എത്രമാത്രം അവർക്ക് അറ്റൻഷൻ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. അതനുസരിച്ച് അവരുടെ നോളജ് അക്വിസിഷനും മാറും. ടീച്ചേഴ്സ് ക്യാൻ ഇംപ്ലിമെന്റ് വേരിയഡ് ആക്ടിവിറ്റീസ് ആൻഡ് സ്ട്രാറ്റജീസ് ടു മെയിൻറ്റെയിൻ എൻഗേജ്മെന്റ്. അതിനുവേണ്ടിയാണ് ക്ലാസ് റൂമിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസും മറ്റ് ടെക്നിക്കുകളും റിലാക്സേഷൻ ടെക്നിക്സും ഗെയിമിഫിക്കേഷനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് റൂം കൂടുതൽ ആക്റ്റീവ് ആക്കാൻ വേണ്ടി ടീച്ചർ ട്രൈ ചെയ്യേണ്ടത്. ദെൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. Cultural and social differences influence communication styles, interactions and perspective. അത് കൾച്ചറൽ ഡിഫറൻസ് വരുമ്പോഴും അതേപോലെ സോഷ്യൽ ഡിഫറൻസ് വരുമ്പോഴും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിലും അവർ ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലും അവരുടെ കാഴ്ചപ്പാടുകളിലും ഒക്കെ ഒരുപാട് മാറ്റം വരും. ദെൻ ടീച്ചർ നീഡ് ടു ക്രിയേറ്റ് എ കൾച്ചറലി റെസ്പോൺസീവ് ആൻഡ് ഇൻക്ലൂസീവ് എൻവയോൺമെന്റ്. അതിന് ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ടീച്ചറുടെ ഉത്തരവാദിത്തമാണ്. ദെൻ അത് കൂടാതെ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഇമോഷണൽ സ്റ്റേറ്റ് such as stress, anxiety, confidence, and can impact learning. A positive and supportive classroom environment can contribute to emotional well-being. ഇതൊക്കെ ഈ പറയുന്ന ഓരോ ഇമോഷണൽ ഫാക്ടറും ലേണിങ്ങിനെ അഫക്ട് ചെയ്യാം. അപ്പോൾ ഒരു പോസിറ്റീവും അതേപോലെ ടീച്ചർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ അത് അവരുടെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അവിടെ ഓർക്കേണ്ടത് ഓരോ ഇൻഡിവിജ്വൽ ഡിഫറെൻ്റ് ആണ്. സോ അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ലേണിംഗ് ആണ് ഹാപ്പൻ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള ടീച്ചിങ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ വേരിയഡ് ലെസൺ പ്ലേസസ്, പ്രിഫറൻസസ് ആൻഡ് സ്ട്രെങ്ത് എക്സിസ്റ്റ് എമംഗ് സ്റ്റുഡൻസ്. ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുന്ന പേസ് ഡിഫറെൻ്റ് ആയിരിക്കും. അവർ പ്രിഫർ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആസ്പെക്ട്സ് ആയിരിക്കും. സ്ട്രെങ്ത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതനുസരിച്ച് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഇസ് എ ടീച്ചിങ് മെത്തേഡ്. അത് ഡിഫിക്കൽട്ട് ആണ് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത്. ഓരോ സ്റ്റുഡൻറ്റിന്റെ ലേണിംഗ് കപ്പാസിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അത് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ കുട്ടികളെയും ഇപ്പോൾ ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ലൈക്ക് വിഷ്വൽ ലേഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മാത്രം ആ ഒരു രീതിയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓഡിറ്ററി ലേഡേഴ്സ് ആണ് ഉള്ളെങ്കിൽ അവർ ചെറിയ ഗ്രൂപ്പ് ആക്കിയിട്ട് അവർക്ക് ആ രീതി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. സോ ഒരേ കണ്ടന്റ് പല രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ടീച്ചറുടെ ഒരു ക്വാളിറ്റിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരേ കണ്ടന്റ് പല രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ടീച്ചറുടെ ഒരു ക്വാളിറ്റിയാണ്. ഇറ്റ് ഇസ് നോട്ട് എ ബാഡ് തിങ്. അങ്ങനെ ഒരു ക്വാളിറ്റി കൊണ്ടുവരുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ സ്റ്റുഡന്റിന്റെയും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കിക്കൊണ്ട് സെയിം കണ്ടന്റ് തന്നെ പല വേയിൽ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ സാധിക്കണം. അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കണം എന്ന് പറയാനുള്ള റീസൺ. ദെൻ സെൽഫ് റെഗുലേഷൻ സ്കിൽസ്. സ്റ്റുഡൻസ് എബിലിറ്റി ടു സെറ്റ് ഗോൾസ്, മാനേജ് ടൈം ആൻഡ് മോണിറ്റർ ദെയർ ഓൺ ഈ ലേണിംഗ് ഇൻഫ്ലുവൻസസ് അക്കാഡമിക് സക്സസ്. അതായത് ഇവർക്ക് എത്രമാത്രം സ്വന്തമായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഗോൾ സെറ്റ് ചെയ്യാനായാലും ടൈം മാനേജ് ചെയ്യാനും അതേപോലെ അവരുടെ ലേണിംഗ് സ്കിൽസ് എത്രമാത്രം മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം അവരുടെ അക്കാഡമിക് സക്സസിനെ അഫക്റ്റ് ചെയ്യും. സോ ടീച്ചിങ് സ്ട്രാറ്റജീസ് ദാറ്റ് പ്രൊമോട്ട് സെൽഫ് റെഗുലേഷൻ സ്കിൽ ക്യാൻ എൻഹാൻസ് എഫക്റ്റീവ്നെസ്. സെൽഫ് റെഗുലേഷൻ സ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, അതായത് സ്റ്റുഡൻസിന് അവർ സ്വയം കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഏത് രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോകേണ്ടത്, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടീച്ചിങ് സ്കിൽസ്, ടീച്ചിങ് സ്റ്റൈൽസ് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അത് അവരുടെ ലേണിംഗ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ സഹായിക്കും. ദെൻ ലേണേഴ്സ് ഓട്ടോണമി. Some students prefer more independence and responsibility for their learning. Providing opportunity for self-directed learning can be beneficial. So ചില സ്റ്റുഡൻസിന് അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. ഓട്ടോണമസ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. അതുവഴി സ്റ്റുഡൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ദെൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. Proficiency of the language of instruction affects comprehension and expression. Teacher may need to adapt language levels and provide language support. So സ്റ്റുഡൻസിന് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് നോളജ് ആയിരിക്കും ഉണ്ടാവുക. ലാംഗ്വേജ് എബിലിറ്റിയും കോമ്പിനേഷനും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അവർക്ക് അവരുടെ ലെവലിൽ നിന്നുകൊണ്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ടീച്ചറുടെ ഒരു ക്വാളിറ്റിയുടെ ഭാഗമാണ്. ദെൻ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. വേരിയഡ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ക്യാൻ ഇൻഫ്ലുവൻസ് ഫെമിലാരിറ്റി വിത്ത് സർട്ടൻ ടോപ്പിക്സ് ആൻഡ് ലേണിംഗ് അപ്രോച്ചസ്. അവിടെയും നമുക്ക് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കാം. ചില കുട്ടികൾ അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പല രീതിയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് M.Com ജോയിൻ ചെയ്തു, അത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് B.Com ആണ്, കൊമേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഫൈൻ. അവർക്ക് ആ ഒരു നോളജ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അതേസമയം മറ്റൊരു സ്ട്രീമിൽ നിന്ന് വന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അവിടെയൊക്കെ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ്റെ ആവശ്യം വരാം. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാരണമുണ്ട്. ബിക്കോസ് there are n number of questions from this area.
ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കുറച്ച് എക്സാമ്പിൾ, ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഒരുപാട് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാൻ സാധിക്കും. ചില എക്സാമ്പിൾസ് ആണ് നമ്മൾ കണ്ടത്. കോഗ്നിറ്റീവ് എബിലിറ്റി, പ്രയർ നോളജ്, മോട്ടിവേഷൻ, ലേണിംഗ് സ്റ്റൈൽസ്, അറ്റൻഷൻ സ്പാൻ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, സെൽഫ് റെഗുലേഷൻ സ്കിൽസ്, ലേണർ ഓട്ടോണമി, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഇവയെല്ലാം ലേണർ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ ഓർക്കുക. Okay, so now let's move on to some PYQs. Let's see. Which among the following reflects the best quality of teaching in a classroom? ക്ലാസ് ടീച്ചിങ്ങിന്റെ ക്വാളിറ്റി ഐഡന്റിഫൈ ചെയ്യാവുന്നത് താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ഉപയോഗിച്ചുകൊണ്ടാണ്? ഏതാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്? ത്രൂ ദി യൂസ് ഓഫ് മെനി ടീച്ചിങ് എയ്ഡ്സ് ഇൻ ദി ക്ലാസ് റൂം, ത്രൂ ഫുൾ അറ്റൻഡൻസ് ഇൻ ദി ക്ലാസ് റൂം, through the quality of questions asked by the students in the classroom, through observation of silence by students in the classroom. ഏതാണ് റൈറ്റ് ആൻസർ? Option C. യെസ്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു അവിടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്വാളിറ്റി ഓഫ് ടീച്ചിങ് നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞതാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, റെസ്പോൺസീവ്നെസ് എന്ന് പറയാം. സ്റ്റുഡന്റിന്റെ ഭാഗത്തു നിന്ന് എത്രമാത്രം ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തയ്യാറാവുന്നതിന്റെ അർത്ഥം ക്ലാസ് റൂമിന്റെ ക്വാളിറ്റി ബെറ്റർ ആണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, which of the following set of statements best describe the nature and objectives of teaching? Indicate your answer by selecting the code. താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ടീച്ചിങ്ങിന്റെ നേച്ചറും ഒബ്ജക്റ്റീവ്സും ഡിഫൈൻ ചെയ്യാവുന്ന സ്റ്റേറ്റ്മെന്റ്സ്? ഓക്കെ, സോ ഫസ്റ്റ് പറയുന്നത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇന്റഗ്രലി റിലേറ്റഡ്. സെക്കൻഡ്, there is no difference between teaching and training. Third, concern of all teaching is to ensure some kind of transformation among students. All good teaching is formal in nature. A teacher is a senior person. Teaching is a social act, whereas learning is a personal act. ഏതാണ് റൈറ്റ് ആൻസർ? ഓക്കെ, ലെറ്റ്സ് സീ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇന്റഗ്രലി റിലേറ്റഡ്. ടീച്ചിങ്ങും ലേണിങ്ങും ഇന്റഗ്രലി റിലേറ്റഡ് ആണ്, സംശയം ഒന്നുമില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ, രണ്ടും റിലേറ്റഡ് ആണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, there is no difference between teaching and training. ടീച്ചിങ്ങും ട്രെയിനിങ്ങും രണ്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എയിം ഓഫ് ടീച്ചിങ് പറഞ്ഞപ്പോഴേ പറഞ്ഞതാണ് ടീച്ചിങ് ഇസ് ഡിഫറെന്റ് ആൻഡ് രണ്ട് പർപ്പസ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഇത് രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. Then concern of all teaching is to ensure some kind of ട്രാൻസ്ഫോർമേഷൻ ഇൻ സ്റ്റുഡൻസ്. ടീച്ചിങ്ങിന്റെ എല്ലാത്തിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ബിഹേവിയറൽ ചേഞ്ച് ആണ്. സോ സം കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ മസ്റ്റ് ബി ദെയർ. ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻ ചെയ്യണം. ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാണ് എല്ലാ തരത്തിലുള്ള ടീച്ചിങ് ഹാപ്പൻ ചെയ്യുന്നത്. ഓൾ ഗുഡ് ടീച്ചിങ് ഈസ് ഫോർമൽ ഇൻ നേച്ചർ. അതിന്റെ ഒരു നിർബന്ധവുമില്ല. ഇൻഫോർമൽ വേയിലുള്ള ടീച്ചിങ്ങും എഫിഷ്യന്റ് ആകാം. ടീച്ചർ ഈസ് എ സീനിയർ പേഴ്സൺ, നോ നീഡ്. ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട്, വേർ ആഫ് ലേണിംഗ് ഈസ് എ പേഴ്സണൽ ആക്ട്. ദാറ്റ് ഇസ് ട്രൂ. ടീച്ചിങ് എന്ന് പറയുന്നത് സോഷ്യൽ ആക്ട് ആണ്, ലേണിംഗ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടാണ്. ഓരോരുത്തരും സ്വമേധയാ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. നൗ, which of the following learner characteristics is highly related to effectiveness of teaching? ടീച്ചിങ് എഫക്റ്റീവ്നെസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാവുന്ന ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്? പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ലേണർ, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് ദി പാരന്റ്സ് ഓഫ് ലേണർ, പിയർ ഗ്രൂപ്പ്സ് ഓഫ് ദി ലേണർ, ഫാമിലി സൈസ് ഫ്രം വിച്ച് ദി ലേണർ കംസ്. ഓപ്ഷൻ എ റൈറ്റ്, പ്രയർ എക്സ്പീരിയൻസ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. അടുത്തത്, ഓൾ ടീച്ചിങ് ഷുഡ് എയിം അറ്റ് എൻഷുറിംഗ് ലേണിംഗ്. റീസൺ, ഓൾ ലേണിംഗ് റിസൾട്ട്സ് ഫ്രം ടീച്ചിങ്. വാട്ട് ഡു യു തിങ്ക്? അസെഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസെഷൻ പറയുന്നത് ഓൾ ടീച്ചിങ് ഷുഡ് എയിം അറ്റ് എൻഷുറിംഗ് ലേണിംഗ് എന്നാണ്. റീസൺ പറയുന്നത് ഓൾ ലേണിംഗ് റിസൾട്ട്സ് ഫ്രം ടീച്ചിങ് എന്നാണ്. വാട്ട് ഡു യു തിങ്ക്? See, okay, can see it here. All teaching should aim at ensuring learning. ടീച്ചിങ്ങിന്റെ എയിം എന്ന് പറയുന്നത് എപ്പോഴും ലേണിംഗ് ഹാപ്പൻ ചെയ്യുന്നുണ്ട് എന്ന് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ടീച്ചിങ് കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ എല്ലാ ലേണിങ്ങും ടീച്ചിങ്ങിൽ നിന്നാവണമെന്നില്ല. സ്വമേധയാ പഠിക്കുന്ന കാര്യങ്ങളുണ്ട്,
So this statement is wrong. Reason is wrong. Assertion is true. ഓക്കെ. സോ നമ്മൾ ഇന്ന് 3 ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമതായിട്ട് നമ്മൾ ഡിഫറെന്റ് ടീച്ചിങ് മോഡൽസിനെ പറ്റി പറഞ്ഞു. രണ്ടാമതായിട്ട് ലേണിങ്ങിനെ പറ്റി ടീച്ചിങ് ലെവൽസിനെ പറ്റി പറഞ്ഞു. മൂന്നാമതായിട്ട് ടീച്ചിങ് ആൻഡ് ലേണിങ്ങിനെ പറ്റി പറഞ്ഞു. കൺസെപ്റ്റുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവരും ക്ലിയർ ആണോ? Yes, sir. ശരി. സോ വി വിൽ കണ്ടിന്യൂ ഇൻ അവർ നെക്സ്റ്റ് ലെക്ചർ. താങ്ക് യു എവരി വൺ. വീണ്ടും അടുത്ത ദിവസം കാണാം. ബൈ.